ഈ ശുദ്ധീകരണത്തെ നിങ്ങൾ ആഗ്രഹിച്ചെങ്കിലേ നിങ്ങൾക്ക് അടുത്ത തേജസ്സിലേക്ക് മാറാൻ സാധിക്കുള്ളൂ. If you desire this sanctification, then only you can come തേജസ്സുള്ള to the സഭ, next stage, the glorious church. കർത്താവ് തന്റെ സഭയെ മണവാട്ടിയാക്കി മാറ്റാൻ God പോവുകയാണ്. wants to bring his church as a bride. അതെല്ലാവർക്കും അതിൽ പങ്കില്ല. There is no second. അതിനാരാഗ്രഹിക്കുന്ന അവരുടെ മേൽ പിന്മാരി അയക്കും. Whoever wants will resist the left അവരെ right. തകർക്കും. God will break അവരുടെ them. ഷേപ്പ് ഇല്ലാതാക്കും. They will become shapeless. ഈ യോസേഫിന്റെ പുത്രന്മാരെ തകർത്ത പോലെ ദൈവം അവരുടെ ഹൃദയങ്ങളെ തകർക്കും. Like the brothers of Joseph, they will broke them. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ 4-ാം വാക്യം വായിക്കുമ്പോൾ 2 Corinthians 10:4. അവിടെ എഴുതിയിരിക്കുന്നു, There we read, ഇതാ നമ്മുടെ സങ്കല്പങ്ങൾ ഉയർച്ചകളും വായിച്ച്, നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. അല്ല, അപ്പൊ നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. our armor is not carnal. ഇംഗ്ലീഷ് വായിച്ച്, For the weapons of our warfare are not carnal. അപ്പൊ സഭയിൽ വചനത്തിൽ കൂടെ നമ്മളെ തകർക്കുമ്പോഴേ Through the word, God breaking, ഒളിഞ്ഞു പോകരുത്. we should not escape. പിടികൊടുത്തോണം. We should give തകർന്നു hand. പോകട്ടെ. Let it break. ഇതുവരെ നേടിയതെല്ലാം പോട്ടെ. Whatever we gain, let it എനിക്ക് ഈ break. സെൻട്രൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത എന്റെ പേരും പ്രതാപവും, All the name, ഞാൻ പണിത ബാബേൽ കോട്ട, all the Babel tower, കുമളി സഭയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തതായ എന്റെ പേരും പ്രതാപവും my പ്രശസ്തി. name in the Kumudi church. ഈ പാസർ വന്ന് എല്ലാം ഉടഞ്ഞു കളി. ഇപ്പൊ This എനിക്കൊരു pastor has broken ഒരു everything. വിലയില്ല. I don't have any value. ഇവിടെ ചിങ്ങമരത്ത് ഞാൻ ഇരിക്കുമ്പോഴേ When I was in Chingamana, ഒരു പഴയ മദറ, old mother. ലാക്കാട്ടുകാരി ഒരു മദറ, she is from Lakatur. നല്ല മദറൊക്കെയാ. She is a good girl, mother. ദൈവം എന്നോട് പറഞ്ഞു, നിനക്ക് അവിടെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ സമയം, You have only short period there. അതുകൊണ്ട് തുടർന്ന് മീറ്റിംഗ് വെച്ചോളാൻ പറഞ്ഞു. So continuously ഞാൻ conduct meetings. 42 ദിവസം For 42 days, തുടർച്ചയായിട്ട് മീറ്റിംഗ്. continuously I made meetings. ബുധൻ ശനി ഞായർ ഫെയ്ത്തോമിൽ, In Wednesday and ബാക്കി 4 Sunday in ദിവസം Faithom. ഇത് വിശ്വാസികളുടെ വീട്ടിൽ. Other 4 days in other outside. ഞാനെന്നാ ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കും. I used to eat only one time. അല്ല, in a day. ഉച്ചയ്ക്ക് ഒരു നേരം കഴിക്കത്തില്ല. Lunch time won't take food. അങ്ങനെ 42 ദിവസം പോയി. 42 days. ഭയങ്കര ഉണർവ്. A lot of revival. ഈ മദർ എഴുന്നൊരു സാക്ഷി പറഞ്ഞു, The mother given a testimony. ആദ്യകാലത്തെ പോലെ ഉണർവ് സന്തോഷമാണെന്ന് പറഞ്ഞു. There's a revival like the early church. തൊട്ട് പിന്നാലെ ഞാൻ മാറി ഡാലു പാസ്റ്റോട് വന്നു. After that, Lalu pastor came. അപ്പോൾ അവർ സാക്ഷി അവർ പറയുക, Then they, ആ പാസ്റ്റർ ഞങ്ങളെ കഷ്ടപ്പെടുത്തി അങ്ങ് ഇല്ലാതാക്കി. that pastor has tortured us. സംഗതി ശരിയാണ്. True. അപ്പം ഉടയാൻ കാരണം എന്നിട്ട് അവർ പറയുന്നത് After that, she told സത്യം. truth. ഇപ്പം ഞാനും ഈ ഇളയ സഹോദരി ഒരുപോലെ ആയിരിക്കുക. Now myself ചെറിയാകുഞ്ഞ് and പാസ്റ്റർ the ശുശ്രൂഷ minister- കഴിഞ്ഞപ്പോ, after his ministry, ചെറിയാകുഞ്ഞ് പാസ്റ്റർ ശുശ്രൂഷ കഴിഞ്ഞപ്പോ after the ministry of Pastor Cheriyangunyu, വലിയ മദർ എന്ന് പറഞ്ഞ സ്വപ്നക്കോട്ട കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. the അതും big അവര് name, കോട്ടയം സെന്ററിലെ പ്രധാനപ്പെട്ട ഒരു ചിലരാ. she is a big person. ഇപ്പൊ അവർ സാക്ഷി പരമാർത്ഥത്തോടെ പറയാ, പരമാർത്ഥ ഹൃദയത്തോടെ പറയാ, ഞാനും ഈ ഇളയ സഹോദരിയും ഒരുപോലാണ്. Myself and the younger sister are both become same. അതല്ലേ ക്രിസ്തുവിൽ ഒന്നാകുക എന്ന് പറയും. This is what called unity in Christ. അപ്പൊ ഇതിങ്ങനെ പണിത് കയറ്റും. ഞാൻ വലിയ മദറാണ്, I am a mother, ഞാൻ പാസ്റ്ററാണ്, I am a pastor, ഞാൻ മൂപ്പനാണ്, I am a elder, ഞാൻ സഭയിലെ ഡീക്കനാണ്, I am a deacon. ഷെവലിയറാണ്. അത് നിങ്ങളുടെ പോസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്കുണ്ട് പോസ്റ്റ്, അറിയത്തില്ലേ? ഡീക്കൻസ്, ഷെവലിയർ. പിന്നെ ഷെവലിയർ സ്ഥാനം മാപ്പാപ്പ കൊടുക്കുന്നതാണ്. And my papa is സഭയിലെ ശ്രേഷ്ഠ വിശ്വാസികളെ ഇത് വത്തിക്കാൻ വിളിച്ച് ഷെവലിയർ സ്ഥാനം കൊടുക്കും. they used to give this position for the good believers. അങ്ങനെ ചില സമയങ്ങളിലെല്ലാം ഇവിടെ വരുന്ന വേലക്കാർ ചിലരെ ഷെവലിയർ ആക്കും. Some workers will make some people as chevalier. അച്ഛനാണ് ഈ സഭയുടെ മെയിൻ ആള്. You are the main person of this ഇങ്ങനെ church. കാലുവാരാനാ കേട്ടോ. To pull your leg. ഈ അമ്മാമ്മ ഉള്ളത് കൊണ്ടാണ് ഈ സഭയിൽ ഏറ്റവും സന്തോഷം. Because of Amma, it's very happy here. ഇങ്ങനെ വണ്ടിപ്പെരിയാറിൽ ഒരു അമ്മച്ചിയെ തൂക്കി അമ്മച്ചിയുടെ മക്കളൊക്കെ അമേരിക്കയിലുണ്ട്. They exalt on Ammachi in Vandiperiyar. ഈ വേലക്കാർ അമ്മച്ചിയെ തൂക്കി വെച്ചിരിക്കുകയാണ്. They exalted അമ്മച്ചി this lady. വിശ്വാസം അവിടുന്ന് പ്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കും, അത് എല്ലാം വാങ്ങിച്ചു കൊടുക്കും. The Ammachi used to bought many things and give to. ഞാൻ വന്ന് ആദ്യത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ After my first, പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ എൻ്റെ നേരെ ഒരു പ്രവചനം, while I was preaching, എൻ്റെ മകനെ my son, നീ ഞങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന് ഞങ്ങൾ സന്തോഷിക്കണം. you should come on with us to enjoy. ഞാൻ മിണ്ടാതങ്ങ് നിന്നു. I was just quiet. പിന്നീട് അപ്പൻ അച്ചുകുഞ്ഞു പോയുണ്ട്. അച്ചുകുഞ്ഞൊക്കെ സ്റ്റക്കായി പോയി, കാരണം ദേവദാസന് നേരെ പ്രവചനമല്ലേ. And I got stuck. ഞാൻ മിണ്ടാതെ ഇരിക്കുന്നു. I was quiet. അമ്മ 2 നിമിഷമൊക്കെ പറഞ്ഞു. And അമ്മ വിറച്ചോണ്ടാ പറയുന്നത്. the Ammachi was terrible saying. ഞാൻ അല്പനേരം മൗനമായി നിന്നിട്ട്, I was quiet for a time. അപ്പോൾ KCF തലേ മാസത്തിൽ അവിടെ The past month, ഒരു സഹോദരി പ്രവചിച്ചു. one sister prophesied. എൻ്റെ മകനെ എന്ന് പറഞ്ഞ് വിളിക്കുക. My son, she called. പാസ്റ്റർ ചോദിച്ചു, നിനക്ക് മകനെ വിളിക്കാൻ അറിയത്തില്ല, മകളെ വിളിക്കാൻ അറിയത്തില്ല എന്ന് ചോദിച്ചു. അതോടെ അവിടെ പ്രവചനം തീർന്നു.
And അതോടെ then അവിടെ പ്രവചനം തീർന്നു. her prophecy is finished. ഞാൻ ഈ വിഷയം പറയുകയും When I അമ്മ told വേണ്ട ബലൂണിലെ കാറ്റഴിച്ചു വിട്ട പോലെ The Ammachi became like, അപ്പൊ അത് ഒറിജിനൽ പ്രവചനം അല്ലല്ലോ. it was not a good prophecy. മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ പേടിച്ചിരിക്കുക. പാസ്റ്റർ ബ്രദർ വരുന്നതിന് മുമ്പ് എല്ലാവരും പറഞ്ഞ് ഏതോ ഭയങ്കരനായ ഒരു ബ്രദർ വരികയാണ്, നിങ്ങളെയൊക്കെ അടിച്ച് തകർക്കാൻ പോകാന്ന് പറഞ്ഞു. He's going to break us. This is what we had. ആ വിഷമത്തിലാണ് എൻ്റെ അച്ചായ ഞാൻ പ്രവചിച്ചത്. That's why I prophesied. നോക്കണം. അപ്പൊ ഇങ്ങനെ ദൈവത്തിന് സ്തോത്രം. Praise be to God. തകരട്ടോ, Let it വ്യവസ്ഥയില്ലാത്തല്ല ഉടയട്ടെ. Every unlawful thing ഇങ്ങനെ ചില be break. വിശ്വാസികളെ വേലക്കാർ, ഞാൻ വിളങ്ങുനി തൃശ്ശൂർ ചെല്ലുമ്പോഴേ When I went to Thrissur, അവിടെ പാവപ്പെട്ടൊരു അച്ചാനുണ്ട്. there was an innocent അച്ചായനെ child. ഈ വിശ്വാസികളെ ആ പുള്ളി പാവപ്പെട്ട കാശുമൊക്കെ ഉണ്ട്, ഇഷ്ടം എന്തിനു വേണ്ടി ഓടിക്കോളും. He's a rich person, but innocent. കാറ് കൊണ്ടുപോകും, ഇത് ഗ്യാസ് തീർന്ന വാങ്ങിച്ചു, സകലതും പുള്ളി ചെയ്തു കൊടുക്കും. He will do all the works for the പുള്ളി faithful. നോർത്ത് ഇന്ത്യയിലൊക്കെ പരിചയിച്ചു വന്നതാ. He's from, പക്ഷേ എനിക്ക് മനസ്സിലായി ഈ മനുഷ്യൻ സ്വർഗത്തിൽ പോകത്തില്ല. he will not go to heaven. I understood. പുള്ളി സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. He was a Sunday school headmaster. അമ്മാമ്മയാണെങ്കിൽ വൈഫാണെങ്കിൽ സൺഡേ സ്കൂളിലെ 10th ക്ലാസ്സുകാരിയാണ്. The wife is a 10th standard teacher in Sunday ഓൾ school. ഇൻ ഓൾ ആയിട്ട് ഇങ്ങനെ വിളങ്ങി നിൽക്കുക. They were all in all in the church. ഞാൻ പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിൽ പോകണോ? Do you want to go to heaven? ഹെഡ് മാസ്റ്റർ സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞു. You resign the headmaster post. അമ്മാമ്മയെ 1st ക്ലാസ്സിൽ ഇരുത്താൻ പോകാന്ന് പറഞ്ഞു. And I'm going to keep your wife in first standard. സെൻട്രുകാരുടെ ഏറ്റവും വലിയ കാരണം മാസം തോറും ലോറി കണക്കിന് തേങ്ങ ഈ ടെമ്പോയ്ക്ക് തേങ്ങ കൊടുക്കും. They are pets of the central അങ്ങനെ faith. മുഴുവൻ സെൻട്രക്ക് ഒരു അനുഗ്രഹമാണ്. നല്ല മനുഷ്യരാ, Good people. പക്ഷെ ചില വേലക്കാർ ഇവരെ കളയും, But some workers ruin ഇവരെ their life. പൊക്കി അങ്ങ് വെക്കും. They will exalt ഈ them. പാവങ്ങൾ വിചാരിക്കും വേലക്കാരല്ല, സത്യം പറഞ്ഞു തട്ടിപ്പാന്നേ. അങ്ങനെ തട്ടിപ്പുള്ള വേലക്കാർ നമ്മുടെ ഇടയിലുണ്ട്. There are some workers are like this. ഞാൻ നോക്കി ഈ പാവപ്പെട്ട ഒരു നരകത്തിലേ പോകത്തുള്ളൂ. This poor man will go to ഞാൻ heaven. അച്ഛനെ ഹെഡ് മാസ്റ്റർ അടുത്ത് മാറ്റാൻ പോവാന്ന് പറഞ്ഞു. I'm going to resign, take you അമ്മാമ്മ out of 1st the. ക്ലാസ്സിൽ കൊണ്ടിരുത്താൻ I'm പോവാന്ന്. going to put in first standard. അയ്യോ തകർന്നു പോയവര്. They broken. 3 മാസം അവർ എനിക്കെതിരായിട്ട് വർക്ക് ചെയ്തു, They started working against me for 3 months എന്നെ ഇവിടുന്ന് മാറ്റാൻ. to transfer me. പക്ഷെ രണ്ടുപേരെ സമാധാനം പോയി. But there they lost their ജീവിതത്തിൽ peace. പിണങ്ങാത്ത ഭാര്യയും ഭർത്താവും തമ്മിൽ ബഹളമായ ആകെ പ്രശ്നം. Both of them got quarrel in between. ഞാനിതെല്ലാം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. I was reading all those things. അപ്പൊ എനിക്ക് തോന്നി ഈ ഞായറാഴ്ച അവിടെ പോയി പ്രാർത്ഥിക്കണം. I understood in this Sunday I will go and സഭാ pray. കഴിഞ്ഞ് രണ്ടുപേരും അച്ഛായ ഞങ്ങൾ കുഴഞ്ഞു, അച്ഛനെതിരായിട്ട് സംസാരിക്കാൻ ഞങ്ങളുടെ സമാധാനം പോയി, ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. They asked, come and pray in our house. We lost our peace. പ്രാർത്ഥിച്ചു, I prayed. സമാധാനമായി. They got peace. ഞാൻ പറഞ്ഞു ഞാൻ തീരുമാനിച്ച തീരുമാനം ദൈവത്താൽ, അതുകൊണ്ട് അമ്മാമ്മ 1st ക്ലാസ്സിൽ പോയി ഇരുന്നെങ്കിലും ഒക്കത്തുള്ളൂ പറഞ്ഞു. So the decision is from God. So you have to go to the first ഹെഡ് standard. മാസ്റ്റർ രാജിവെച്ചേ പറ്റത്തുള്ളൂ, And you have to resign your headmaster എന്ത് position. വേണമെങ്കിലും ചെയ്തോളാന്ന് പറഞ്ഞു. Whatever you can do. പെട്ടെന്ന് ഒരു തീരുമാനം. Suddenly they decided. 3-4 വർഷമായിട്ട് ഞങ്ങളൊരു വസ്തു വിൽക്കാതെ കിടക്കുക. We are a land to 3 വസ്തുവുണ്ട്, അതിലെ ഒരെണ്ണം പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. we have consecrated one's land. ഞായറാഴ്ച പ്രാർത്ഥിച്ചു പോകും, തിങ്കളാഴ്ച ആ വസ്തു 4 വർഷമായിട്ട് കച്ചവടം ചെയ്യാൻ ആ വസ്തു തിങ്കളാഴ്ച കച്ചവടമായി. The land which is not sold for 4 years got sold in that within a week. 2.5 ലക്ഷം രൂപ. 2.5 lakhs. ഇങ്ങനെയൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തി. This is the work of God. അതുകൊണ്ട് ഈ സഭയിൽ ചില വിശ്വാസികളെ ചില വേലക്കാർ ഇങ്ങനെ പൊക്കി പൊക്കി വെക്കും. Some of the believers, അടുത്ത വേലക്കാരൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് അവരെ പിടിക്കത്തില്ല. when other worker came to bring you heaven, they were അതാണ് like, ഈ പറഞ്ഞ പോലെ എല്ലാ വിചാരങ്ങളും വായിച്ചേ. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ For the weapons of our warfare are not carnal, നോട്ടൽ കാണൽ, അത് ജഡികളല്ല, പിന്നെയോ but mighty through God to the pulling down of strongholds. സ്ട്രോങ് ഹോൾഡ്സ്. ഇങ്ങനെ സ്ട്രോങ് ഹോൾഡായിട്ട് പണിതിരിക്കുന്ന ചില മനസ്സിൽ കുറെ പണിത് വെക്കും. there are something builds വിശ്വാസികളും of വിളിക്കും. stronghold in the believers also. ഇപ്പൊ ലിംഗൻ എന്നോട് പറയാം, അച്ഛാ വന്നതിന് ശേഷം ഞാൻ ഫ്രീ ആയി കേട്ടോ. Now I am free. That's what he told. ഇല്ല ലിംഗ, സ്വസ്ഥതയുണ്ടെന്ന് പറഞ്ഞു. I am peaceful. എവിടെ കുടിക്കുന്നു അവിടെ പിന്നെയും കുടിക്കുന്ന പാർട്ടികളായി പെന്തിക്കോസുകാർ കുറെ പേര്. എവിടെ നനയുന്നു അവിടെ കുടിച്ച് ആദായം ഉണ്ടാക്കുന്നവന്മാരാ പെന്തിക്കോസ് കുറെ പേര്. They will make profit any place. സൂക്ഷിച്ചോണം കേട്ടോ. എടാ നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് പോകും. Go to God. ഉമ്മച്ചയോട് ഞാൻ പറഞ്ഞു, ഉമ്മച്ചനെ ചേർച്ചയോട് വെച്ച് പറഞ്ഞു, ഉമ്മച്ച സ്വർഗത്തിൽ പോകണമെങ്കിൽ ഉമ്മച്ചനെ ഈ പ്രസ്ഥാനമെല്ലാം വീടുകളിൽ പോയി പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു. You should not go to the house. വെറുതെ അവസാനം അവരും നരകത്തിൽ പോകും, നിങ്ങളും നരകത്തിൽ പോകും. Otherwise you will not go to heaven. ഉമ്മച്ചന് അന്ന് മനസ്സിലായില്ല. Understood? പിന്നീട് എന്നോട് പറഞ്ഞു, അച്ഛാൻ പറഞ്ഞു കറക്റ്റാന്ന് പറഞ്ഞു. What he told is correct. ഇപ്പൊ ഞാൻ ആ പ്രസ്ഥാനമൊക്കെ നിർത്തിയെന്ന് പറഞ്ഞു. Now I stopped all those things. ഇങ്ങനെ എവിടെ ആശ്രയം കാണുന്ന അവിടോട്ട് പോയി ചായയാണ് കുറെ പുള്ളികൾ. Wherever there is a ദൈവത്തിൽ trust, they will ആശ്രയിക്കത്തില്ല. go. They will not trust അവസാനം God. അവരും നശിക്കും, ഇവരും നശിക്കും. And they will destroy, others will destroy. ഇപ്പൊ എന്നോട് എത്ര പേര് ഈ പ്രസംഗം കേട്ടു, അച്ഛാ ഞങ്ങളോട്ട് വരിക, ഒരു ദിവസം അവിടെ നിന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങളോട്ട് വരിക, We want to come here. കാണിക്കൊക്കെ തരും. ഞാൻ ഇങ്ങോട്ടാരും വരണമെന്ന് പറഞ്ഞു. I told don't come നിങ്ങൾ here. അവിടെ ഇരുന്ന് ഞാൻ ഇരുത്തി പ്രാർത്ഥിക്കുന്നതിനൊക്കെ നല്ലത് ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുന്നതാണ് എൻ്റെ വരവെന്ന് പറഞ്ഞു. My gift is praying through the phone. ചുമ്മാ അത് അവസാനം തിരുവനന്തപുരത്ത് വിക്ടറെ പോലെ പരുവക്കെടാകേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? ഇവിടെ അവിടെയൊക്കെ സഭയിൽ വേലക്കാരുണ്ടല്ലോ, അവിടെ പ്രാർത്ഥിച്ചാൽ പോരെ. There are workers in your church. പണ്ട് വിക്ടർ എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു പാസ്റ്ററില്ലായിരുന്നു, ബ്രദർ ഉണ്ടായിരുന്നു. There's a brother there. മൊത്തം ആളുകൾ അങ്ങോട്ട് കൊടുക്കുക. അവസാനം പുള്ളിക്ക് സുഖമില്ലാതെ ആകെ പരുവക്കേടായി, ഇപ്പൊ അതെല്ലാം നിർത്തി. Now he stopped this. അങ്ങനെ ആരെയും വിഗ്രഹങ്ങളാക്കരുത്. We should not make people's നിങ്ങൾക്ക് idol. അതുകൊണ്ട് ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിച്ചുകൂടാ.
Why you can't pray ഇവിടെ God നിങ്ങളുടെ directly? വിഷമം പോലെ എനിക്ക് വരുമോ? Can I have that your sorrow? ഡോക്ടർമാരുടെ അടുത്ത് രോഗികളെ പോകുന്ന പോലാണ്. Like the patients go ഇവിടെ to ഒരു the doctor. ഡോക്ടറെ A doctor, 150 രോഗികൾ ഒരു ദിവസം വന്നാൽ they come 150 patients. ഈ രോഗികളെല്ലാം എങ്ങനെങ്കിലും പറഞ്ഞു വിടണമെന്ന് ആഗ്രഹം. It is that they have to send these patients out. രോഗിയുടെ വേദന ഡോക്ടർക്ക് അറിയാമോ? They അതുകൊണ്ടാണ് പല doctor don't know the sorrow of ട്രീറ്റ്മെന്റും the ഇപ്പൊ patient. പഠിച്ചു പോകുന്നത്, പല ട്രീറ്റ്മെന്റും പഠിച്ചു പോകുന്നത്. That's why the treatments become ഇവിടെ wrong. നിങ്ങളുടെ വിഷമങ്ങളും വേദനയും ദൈവത്തിനല്ലേ അറിയുന്നേ. Because sorrows of the ആ patient, വേദനയോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലാണ് വേറൊരുത്തൻ പ്രാർത്ഥിക്കുന്നത്. you have to pray with your sorrows. പിന്നെ പറയാം, You ഫോണിൽ can കൂടെ say, പറയാം. you can tell with the ആരെയും phone. ആശ്രയിക്കരുത്, Do not trust anyone. പ്രവാചകന്മാരെ Do ആശ്രയിക്കരുത്, not trust prophets. ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയം വെക്കണം. Trust God completely. അതാണ് ഈ മൂന്നാമത്തെ സ്റ്റേജ്. This is the third stage. ആദ്യത്തെ സ്റ്റേജിലും രണ്ടാം സ്റ്റേജിലും First stage, second stage. പുരോഹിതന്മാർ നിലവിളക്കിൽ എണ്ണ ഒഴിച്ച് കത്തിച്ചെങ്കിൽ The prophet, the priest used to, മൂന്നാമത്തെ ആലയത്തിലേക്ക് വരുമ്പോൾ when it comes to third അവിടെ stage, കാണുന്നത് മനുഷ്യരല്ല, not human beings, പാസ്റ്റർമാരല്ല. not pastors. അതുകൊണ്ടാണ് ഈ കോവിഡ് കാലം പോലും ദൈവം അനുവദിച്ചത്. That's why COVID God has given. ഇനി പാസ്റ്റർമാരല്ല നിങ്ങൾ നടത്തേണ്ടത്. The pastors will not lead ഒരു you. ഉദാഹരണം പറയാം. I will tell you an example. യോഹന്നാൻ ആസിയയിലെ സഭയുടെ പ്രധാനിയായിരുന്നു. John is an important person in the Asia countries. അപ്പോസ്തലന്മാരെല്ലാം തന്നെ AD 65 കൂടി മരിച്ചു. All the apostles died by AD 60. AD 70 മുമ്പ് എല്ലാ അപ്പോസ്തലന്മാരും മരിച്ചു. All apostles died by AD യോഹന്നാനും 70. മരിച്ചെങ്കിലും യോഹന്നാനെ ദൈവം വീണ്ടും പുനർജീവിപ്പിച്ചു. Even John died, God resurrected him. പിന്നീട് After that, 30ഓളം വർഷക്കാലം 30 years, 30ഓളം വർഷക്കാലം ആസിയയിലെ ഏക അപ്പോസ്തലനായിട്ട് യോഹന്നാനാണ് ഇരുന്നത്. only apostle was John, സ്നേഹത്തിന്റെ അപ്പോസ്തലൻ, a apostle of love. എല്ലാരെയും സ്നേഹിക്കുന്നവൻ. He used to love everyone. അങ്ങനെ സഭ മുഴുവൻ യോഹന്നാന്റെ സ്പിരിറ്റിലായി പോയി. Whole church was in the spirit of John. യേശുവിനേക്കാൾ യോഹന്നാനോട് വലിയ പ്രീതി കൂടി. The people has a lot of interest towards John than യോഹന്നാൻ Jesus. ചിന്തിച്ചു, John അയ്യോ thought, എന്റെ കാലശേഷം ഈ സഭ ഇനി ആര് നടത്തും? after my time, who will lead these churches? പണ്ട് നമ്മുടെ MD അപ്പൻ എന്നോട് പറഞ്ഞു, Like MT Abjan told, യേശു തോമാച്ചായൻ പറഞ്ഞു, ഞാൻ ട്രെയിനിങ് ചെല്ലുമ്പോഴാണ് കേട്ടോ, when I was in training, എനിക്ക് പറഞ്ഞ പോലെ അന്ന് ലോകത്തിൽ നിന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറയുന്ന ആളാ. ഏതാണ് I used to say things directly. നമ്മൾ വിശുദ്ധന്മാരെന്നൊക്കെ പറഞ്ഞൊക്കെ ശരിയാണ്, പക്ഷേ കാര്യം പറയുമ്പോൾ എന്ത് ചെയ്യും? Even though ഓപ്പൺ ആയിട്ടൊക്കെ പറയും. I will tell openly. അപ്പൊ MD അപ്പനും പാസ്റ്റർ വെസ്ലിയും ഞാൻ ഇവിടെ നിൽക്കുക. I was there with Pastor MT Abachan and യേശു തോമാച്ചാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ ബഹുമാന സ്നേഹത്തിരിക്കല്ലേ. എനിക്കറിയത്തില്ല, ഞാൻ honor കണ്ടിട്ടില്ല, to AC Thomachayan. ഞാൻ കണ്ടിട്ടുമില്ല. I didn't see him. അപ്പൊ ഞാൻ വന്ന പുതുശിലാണ്. This is new when I come to the അപ്പൊ MD ministry. അപ്പൻ പറഞ്ഞു, MT യേശു Abachan told തോമാച്ചായൻ മരിക്കുന്ന സമയത്ത് പറഞ്ഞു, that by the time death of the AC എന്റെ Thomachayan, കാലശേഷി സഭ ആരുടെ കൊടുക്കും? who will take care of ആര് after my നടത്തും? time? Who will lead? വളരെ ഭാരപ്പെട്ട അവളെ മരിച്ചെന്ന് പറഞ്ഞു. He died with a lot of burden. അദ്ദേഹം പറഞ്ഞ വേറെ പോയിന്റിലായിരിക്കാം. He might have said in another ഇതെടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തോ തോമാച്ചായി പറയുന്നേ? what you are telling. ആ പറഞ്ഞുകൊണ്ട് എനിക്ക് യോജിപ്പില്ലെന്ന് പറഞ്ഞു. I don't have, I am not യേശു accepting തോമാച്ചാനല്ല, ഏത് തോമാച്ചാൻ പറയുന്നത് അത് ശരിയല്ലെന്ന് പറഞ്ഞു. ഞാൻ That is എന്റെ not അന്നത്തെ ആ തീക്ഷണയെ പറഞ്ഞ because of my zeal. I കാരണം told. എന്താ? Reason. ഇവിടെ തോമാച്ചൻ പോയെങ്കിലും എന്റെ യേശു കൂടെ ഇല്ലെന്ന് ചോദിച്ചു. Even the Thomachayan gone, Jesus is here. ബെസിലിച്ചാൽ നീ ഇരിക്കുക. Wesley started എന്ത് smiling. പറയും, കൊള്ളാമല്ലോ ഇവിടെ വന്ന് കയറുന്നതിന് മുമ്പ് ഇങ്ങനെയാണെന്ന് ചോദിച്ചത്. Before you enter, you are telling like അല്ല this. ശരിയല്ലേ? That is good. ഇവിടെ തോമാച്ചാനോ ചാക്കോച്ചനോ പോട്ടെ, ആരുണ്ടേ? Whoever comes here, ആര് ജീവിക്കുന്നു? who is living? യേശു എന്നും. Jesus is living. ഇത് പറയാനാ ഞാൻ പറയല്ല, തോമാച്ചാന്റെ വില കുറച്ച് പറയാനല്ല. It's not about Thomachayan. പക്ഷെ അന്നങ്ങനെ ആരും പറയത്തില്ലായിരുന്നു, എനിക്കറിയത്തില്ല. Nobody used to say that time. നമ്മൾ പണ്ടേ ഒരു ഓപ്പൺ ആളാണ്. I was an open person from beginning. കർത്താവിന് ഇഷ്ടമാണ്, പത്രോസിന് ഇഷ്ടപ്പെട്ട പോലെ കർത്താവിന് ഇഷ്ടമാണ്. God liked me like he liked Peter. ഇവിടുത്തെ ചില പുള്ളികൾക്ക് ഇച്ചിരി ഇഷ്ടക്കുറവ് വരും, Some people don't like me, എന്നാലും കർത്താവിന് ഇഷ്ടമാണല്ലോ, but God liked me. അത് മതി. It's enough. അതിന്റെ ഉദാഹരണമാണ് യോഹന്നാൻ ഇങ്ങനെ ആസിയയിലെ സഭയിലെ മൂപ്പനായിട്ട് ഇങ്ങനെ ഇരിക്കും, എല്ലാവർക്കും പ്രിയങ്കരനായിട്ട്. By John as an elder of the Asian country, തമ്പുരാനെടുത്ത് ഒറ്റ ട്രാൻസ്ഫർ കൊടുത്തു. he given him a transfer. എനിക്ക് അതിശയം തോന്നിയടാ. I got surprised. കർത്താവിന്റെ നെഞ്ചത്ത് ചാരിക്കിടന്ന ഏക ശിഷ്യനാണ് യോഹന്നാൻ. He was leaning in the chest of the Lord. കർത്താവിന്റെ ഹാർട്ട് ബീറ്റ്സ് എത്രയാന്ന് ചോദിച്ചാൽ കറക്റ്റ് പറയും, 69-70 പറയും. He knew the heartbeat of Jesus. ഇങ്ങനെ നെഞ്ചത്തിട്ട് ഉറക്കിയ മനുഷ്യനെ A person who was in his chest വയസ്സുകാലത്ത് in the elderly time, 95-ാമത്തെ വയസ്സിൽ in the 95th age, എടുത്തൊരടി. a transfer പത്മോസ് എന്ന് പറയുന്ന സ്ഥലത്ത് to ഒറ്റ Patmos. വിശ്വാസിയില്ല, There is no believer, വേലക്കാരില്ല, no workers, കടുകാപ്പി ഇട്ട് കൊടുക്കാൻ ആളില്ല, nobody there is to give him a coffee, തുണി അലക്കാൻ ആളില്ല. nobody is there to wash രാവിലെ clothes. എഴുന്നേറ്റപ്പോൾ അതുവഴി കുറെ കുരങ്ങന്മാർ പോകുന്നുണ്ട്, കുറെ കാട്ടുമൃഗങ്ങൾ പോകുന്നുണ്ട്. Some wild animals and monkeys, പാവം. പക്ഷേ but ആരുടെ ചെന്നു? God who was, ആരുടെ ചെന്നു? യേശുവിടെ ചെന്നു. Jesus also ചില went there. സമയത്തിൽ നമ്മളെ ഒറ്റപ്പെടുത്തുന്നതിന്റെ കാരണം, Sometimes we got isolated, ചില സമയം നമ്മളെ എടുത്തറിയുന്നതിന്റെ കാരണം, sometimes God throw us, തൊട്ടു പിന്നാലെ ആര് വരും? just behind that, ആര് വരും? who will come? യേശുവിടെ വരും. Jesus will come. കൊണ്ടൊരു എക്സാമ്പിൾ കേട്ടിട്ടുണ്ട്. An example, ഒരു ഭക്തൻ നടന്നു പോവാ, one godly person was അവൻ walking, സ്വപ്നം കാണുന്നു. he was seeing a vision. അവൻ കണ്ട ആദ്യം 2 കാലുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു, First time he is seeing 2 പേര് നടക്കുന്ന കാലുകൾ. 2 footprints he can see.
ഫുട് പ്രിൻസ് എന്നതിൻ്റെ പേര്. footprints. അപ്പോൾ ഇവൻ സ്വപ്നത്തിൽ ചോദിച്ചു ഇതാരുടെ കാലാന്ന് ചോദിച്ചു. കർത്താവ് ഇതാരാ? രണ്ട് കാല്. Why there are two footprints? ഒന്ന് നിന്റെ എൻ്റെയാണ്. One's yours and one is mine. എൻ്റെ കൂടെ ഞാൻ നടക്കുന്നുണ്ട്, നീ അറിയാതെ ഞാൻ I am നടക്കുന്നുണ്ട്. also walking with you. കുറേ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യ വലിയ പരീക്ഷകൾ, കഷ്ടങ്ങളുടെ ആധിക്യം വന്നു. After that time, he got a lot of tribulation. ആ സമയത്ത് താൻ കാണുന്ന രണ്ട് കാലേ ഉള്ളൂ. That time he see only two legs. അവരുടെ കർത്താവെ നീ ഏതായാലും തക്ക സമയത്ത് തന്നെ വിട്ടിട്ട് പോയല്ലോ, ഇതാ നിന്റെ സ്നേഹം, ഇല്ലയോ? In his a very much needed time, he just left me. എൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ രണ്ട് കാല് മാത്രമല്ലേ ഉള്ളൂ, നീ എവിടെ പോയെന്ന് ചോദിച്ചു. In my much of tribulation, I just see only two legs. Where you went? അപ്പോൾ യേശു ചോദിച്ചു ഇത് ആരുടെ കാലാണ്, നീ ഒന്ന് പരിശോധിച്ച് നോക്കേ. You just examine whose leg is this. നിന്റെ കാലാണോ എൻ്റെ കാലാണോ? Is it yours or mine? അയ്യോ അത് കർത്താവിൻ്റെ കാലാണ്. Oh, this is the legs of Lord. ഈ പരീക്ഷയിൽ നിനക്ക് തനിയെ നടക്കാൻ കഴിയില്ലെന്ന് നിനക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എൻ്റെ തോളെ നിന്നെ വഹിച്ചുകൊണ്ടാണ് പോയത്. In this trial, I know that you cannot walk alone. I put you on my shoulders. തീക്കകത്ത് എറിഞ്ഞു കളഞ്ഞതിന് ശേഷം പുറമെ നിന്ന് ചിരിക്കുന്നവനല്ല കർത്താവ്. God is not throwing one into the fire ആ and laughing കർത്താവ് നിന്റെ outside. കൂടെ കാണും. And he will come into the fire. എന്നെ കോഴിക്കോട് നിന്ന് ചേലച്ചോടിന് അയച്ചപ്പോഴേ When I was coming from Kozhikode to Chelachavad, ആരൊക്കെയോ വിളിച്ചു പറഞ്ഞു ചെറിയാകുഞ്ഞിനെ ഈ 40ാമത്തെ വർഷത്തിൽ കൂടി ചേലച്ചോടാണോ ഇടുന്നു ചോദിച്ചു. മുറിയില്ല, വീടുമില്ല, ശരിക്കും അക്കൂസും ഇല്ല, ഒന്നും ഇല്ലാത്തൊരു കൊയ്ത്തോ. why you are putting him in the poor local? പിന്നെ സഹോദരിമാർ ദയ കാണിച്ച് അവിടെ ഒരു മുറി തന്നു താമസിച്ചോളാൻ പറഞ്ഞു. They given a room. ഇതാണ് ഞാൻ ചെല്ലുമ്പോൾ ചേലച്ചോട്. This is what Chelachavad when I coming here. പിന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നി. I was very happy. തിരിച്ചുള്ള റീ എൻട്രിയിൽ The re-entry. ഇങ്ങനെ ഒരു അതപ്പതിച്ച് കിടക്കുന്ന ഫെയ്ത്തും പണിതെടുക്കാൻ എൻ്റെ മനസ്സിൽ തോന്നി. I wanted to build that temple. That മറ്റൊരു വിഷയം എൻ്റെ മനസ്സിൽ തോന്നി. one other one thing. നമ്മുടെ ഈ റെയിൽവേയുടെ കൊങ്കൺ റെയിൽവേയുടെ പുള്ളിയുടെ പേരിന് പാലക്കാട് മത്സരിച്ച ഒരു വലിയ ആളുണ്ടല്ലോ, ഇത് ശ്രീ ഉറക്കപ്പുറ Sridharan Pillai. Sridharan Pillai. അല്ലല്ലല്ല, ശ്രീധരൻ, എം ശ്രീധരൻ M. റെയിൽവേയുടെ ഡയറക്ടറായിരുന്നു. was the director of the കൊങ്കണെല്ലാം railway. പണിത്. കൊങ്കൺ, He built the Konkan ഞാൻ railway. ആ കൊങ്കൺ തുറക്കത്തിൽ കൂടെ ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. I used to travel to that caves. പുള്ളി 80ാമത്തെ വയസ്സിൽ തിരിച്ച് കേരളത്തിൽ വന്നപ്പം At 80th age, when he came back പുള്ളി to പറഞ്ഞു എനിക്കിനി Kerala, കേരളത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. I want to do something for Kerala. ഞാൻ ഇന്ത്യക്ക് വേണ്ടി ചെയ്തു. I done something for 80ാമത്തെ India. വയസ്സിൽ ഒരു ലോക മനുഷ്യൻ The 80th age, തന്റെ പേരക്കുഞ്ഞുങ്ങളുമായിട്ട് പൊന്നാനിയിൽ വിശ്രമിക്കേണ്ടവൻ a person who should rest with കേരളത്തിന് his വേണ്ടി എന്തെങ്കിലും grandparents, നന്മ ചെയ്യണമെന്നുള്ള മെന്റാലിറ്റി അവനിരുന്നാൽ with a good heart, ആത്മീയരായി നമുക്കിരിക്കണ്ടേ? why we should have അതും that എനിക്ക് സന്തോഷം mentality. തോന്നി. I was happy. ചേലച്ചോടുകാരോട് ഞാൻ പറഞ്ഞു 5 മാസം ഞാൻ ഇവിടെ കാണും. I will be here for 5 months. I ഈ told 5 മാസം Chelachavad നിങ്ങൾ എന്നെ people, പിഴിഞ്ഞോണം, you can squeeze me. മാക്സിമം പിഴിഞ്ഞെടുക്കാൻ എടുത്തോളാൻ പറഞ്ഞു. Squeeze whatever I take, you take. കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നു. God was with me. പക്ഷേ ചീഫ് പാസ്റ്റർ ആരോട് പറഞ്ഞു To chief pastor, somebody told, ഇങ്ങനെ ഒരു വേല സ്ഥലത്താണ് വിട്ടത്. why you are taking him to this kind of അദ്ദേഹം എന്നെ place? വിളിച്ചു. He called me എന്താ കഷ്ടമുള്ള വേലയാണെന്ന് ചോദിച്ചു. and he asked me, ഒരു "Is കഷ്ടവുമില്ല, that difficult place?" വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചു. He asked, "Do you have a vehicle?" പഴയ വണ്ടിയുണ്ട്. There was an old vehicle. ശരി, ഞാൻ വണ്ടി എടുത്ത് തന്നേക്കാം. I will give you a vehicle. അങ്ങനെ പുതിയൊരു സുമയ്ക്കുള്ള കാശ് തന്നു. And he given me a money for new ആ smoke. സുമയാണ് ഇപ്പോൾ സെൻട്രൽ വാങ്ങിച്ചു കൊടുത്തിട്ട് അവിടുത്തെ പഴയത് ഞാൻ എടുത്തു. Now I have given the smoke to Center Faith 5 and മാസം taken from കൊണ്ട് there. ചേലച്ചോട് എ ഗ്രേഡിലേക്ക് സി ഗ്രേഡ് പഞ്ചായത്ത് എ ഗ്രേഡിലേക്ക് വന്നു. But the 5 months they become. അപ്പോൾ ദൈവം കൂടെ ഉണ്ടാകണം. God should be ദൈവം with കൂടെ us. ഉണ്ടെങ്കിൽ ഇന്ന സ്ഥലം എന്നുള്ളതല്ല വിഷയം. God is with us. അപ്പോൾ യോഹന്നാന് 95 വയസ്സ്. അപ്പോൾ ഞാൻ അബ്രഹാമിനോട് പറഞ്ഞു To Abraham I told, അതിനെന്നാ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനെ 95ാമത്തെ വയസ്സിൽ പത്മോസിലേക്ക് വിടാമെങ്കിൽ God is, അതിനേക്കാൾ എത്രയോ ബെറ്ററാ ചേലച്ചോട്. Chelachavad is better than Patmos. ദൈവത്തിന് സ്തോത്രം. Praise be to God. അപ്പോൾ ചില ഉദ്ദേശങ്ങൾ ദൈവത്തിന് കാണും. There are some plans for God. അങ്ങനെ പത്മോസിലേക്ക് ഇട്ടപ്പോൾ When he sent to ഒരു കാര്യം കൂടി Patmos, യോഹന്നാനെ പഠിപ്പിച്ചു. one thing he 1-ാം taught to അധ്യായത്തിന്റെ 7-ാം God. വാക്യത്തിൽ പറഞ്ഞു ഒരു ദർശനം കാണിച്ചു കൊടുത്തു. 1:7 in Revelation. he യോഹന്നാൻ said in ആകെ vision, ഭാരപ്പെടുക, ഇനി അവസാനത്തെ അപ്പോസ്തലൻ ഞാനേ ഉള്ളൂ, എന്റെ കാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആര് ഉണ്ട് എന്നുള്ളത് നിൽക്കുമ്പോൾ I am the last apostle who will take care of the church after me. യേശു ഒരു സ്വപ്നം കാണിച്ചു കൊടുത്തു. God has given him ഒരു a vision. മഹാപുരോഹിതൻ നിലയങ്കിയിട്ടിരിക്കുന്നു, This high priest with the മാനത്ത് garment. പൊൻകച്ച് He കിട്ടിയിരിക്കുന്നു. has a golden എത്ര girdle. വാക്യം? 1-ന്റെ 12 വായിച്ചേ. And I turned to see the voice that spake with me, and being turned, I saw 7 golden candlesticks. ആ മാറത്ത് പൊൻകച്ച് കിട്ടിയിരിക്കുന്ന. And in the midst of the 7 candlestick, one like unto the son of the man, ആ clothed with garment down to the foot, നോക്കണം. ക്ലോത്ത് വിത്ത് ഗാർമെന്റ്സ്, down to the foot, and girt with paps and with golden girdle. നോക്കണം. മാറത്ത് പൊൻകച്ച് കിട്ടിയവനായി. Golden girdle in the പൊൻകച്ച് chest. കെട്ടുന്ന ആരാ? Who കച്ച used the കെട്ടുന്ന golden ആരാ? girdle? അമ്മമാരാണ്. Only the mothers പിള്ളേരെ used to wear this. ഫീഡ് ചെയ്യുന്ന അമ്മമാരാണ്. The mothers who feed wear the girdle. ഇതാ യേശു ഇതാ മാറത്ത് പൊൻകച്ച് കിട്ടിയവനായി നിൽക്കുക. Now Jesus with the girdle. 7 നിലവിളക്കുകളുടെ മധ്യേ. In between എന്താ ഇതിന്റെ 7 അർത്ഥം? candlesticks. യോഹന്നാനേ,
Oh, John, സഭ എന്റേതാ, church is നീ mine. പേടിക്കണ്ട. You don't worry. നിന്നെ ഞാൻ അവിടുന്ന് പൊക്കിയെങ്കിലും Even though I took ഈ you from സഭയെ there, പോഷിപ്പിക്കാൻ എന്റെ ഉണ്ട്. I know to feed these ഞാൻ churches. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി 7 സഭയിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. I with the gold girdle. നീ I am. ഇവിടെ ഇരുന്നു കൊണ്ട് ആസിയയിലെ 7 സഭയ്ക്ക് ദൂതറിയണം. You write messages അതുകൊണ്ട് for the വ്യക്തികളല്ല 7 നമുക്കിവിടെ churches. പ്രാധാന്യം. It's not about the individual peoples. ജവഹർലാൽ നെഹ്റു പോയപ്പോൾ When Jawaharlal Nehru went, ഇന്ത്യ ആര് ഭരിക്കുമെന്ന് ചോദിച്ചു. they asked who will ഇന്ദിരാഗാന്ധി rule പോയപ്പോൾ India. ആര് ഭരിക്കുമെന്ന് ചോദിച്ചു. After Indira Gandhi, who will ഇപ്പൊ rule? മോദിജി പോണെന്ന് പറയും, അല്ലെങ്കിൽ പോവാണെങ്കിൽ അടുത്ത ആരാന്നാ ചോദിക്കുന്നത്. Now Modi ji goes, who will next? നിങ്ങൾ പൊക്കോ. You can go. ഇതൊക്കെ ഓരോ തിരശ്ശീല കഴിയുമ്പോൾ അഭിനയം കഴിയുമ്പോൾ ഓരോരുത്തർ പൊക്കോണം. After an action, അടുത്ത they will go. ആക്ടറെ ദൈവം മേക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. God is prepared another അവൻ വരും. person. He will come. വരുവാനുള്ളവൻ വരും, The one who comes to come. താമസിക്കില്ലെന്ന് പറഞ്ഞ പോലെ. It's not അതുകൊണ്ട് late. ഇതൊന്നും തലയ്ക്കകത്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. Don't bring these things in your head. നമ്മളെ ഏൽപ്പിച്ച വേല നമ്മൾ വിശ്വസ്തയോടെ ചെയ്ത് കഴിയുമ്പോൾ Do work അടുത്ത faithfully. ദൈവം ചെയ്തോളും. God will do ഇതെല്ലാം this ദൈവത്തിന്റെ സ്വന്തമാണ്. It is all the എന്റേതോ God's. നിങ്ങളുടേതല്ല. It's not mine, അല്ല yours. പാസ്റ്റർ എബ്രഹാമിന്റെ, പാസ്റ്റർ എം ടി തോമസിന്റെ, ഇപ്പൊ നമ്മുടെ ജേക്കബ് സാറിന്റെ അല്ല. It is not about the pastors. ജേക്കബ് സാറ് Jacob sir, നമ്മുടെ സെൻട്രൽ പാസ്റ്റർ. our center pastor. ഞാൻ ബഹുമാനം കൂട്ടി പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇതൊന്നും ആരും തല കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. No need to bring it upon your head. ഇതൊക്കെ തമ്പുരാൻ നോക്കിയോ. God will take care of it. നീ ഇല്ലെങ്കിൽ നിന്നെ പോലെ 10 പേര് എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന്. If you are not there, God will raise 10 പക്ഷെ people. നമ്മൾ ആക്കി വെച്ച സ്ഥാനത്തിൽ In that place, തൂക്കേട്ട് വെച്ച് പണിതോണം. you build with it നീ plummet. നീതിയോടെ കാര്യങ്ങൾ നടത്തിക്കോണം. You do with the righteousness. അല്ലെങ്കിൽ അവസാനം കുഴയും. Otherwise, the end of the കാര്യം time, ചോദിക്കുന്ന നാളിൽ, when the time they നിന്റെ ask, കണക്ക് ചോദിക്കുന്ന നാളിൽ then they act നിന്റെ ഹൃദയം കിടന്ന് പിടയ്ക്കും. your heart will pound. എന്നാൽ യോഹന്നാന് ദൈവം ദർശനം വെളിപ്പെടുത്തി കൊടുത്തു. God has given a vision to സഭയെ him. പോഷിപ്പിക്കുന്നത് ഞാനാണ്. I am feeding the church. അപ്പൊ അതാണ്, അങ്ങനെ ഒരു സ്റ്റേജ് നമുക്കുണ്ട്. There is a stage for നമ്മുടെ us. ശുദ്ധീകരണത്തിനാണ് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. We have to surrender ourselves for the ദാനിയേൽ എന്ത് ചെയ്തു? sanctification. David, Daniel, തന്റെ ശുദ്ധീകരണത്തിനായിട്ട് for his sanctification. 9-ന്റെ 2-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, From 9:2 onwards, we ഞാൻ read, എന്റെ പാപവും for my എന്റെ sins, ജനത്തിന്റെ പാപവും for the sins of my ശുശ്രൂഷകരുടെ people, പാപവും for the priest's sins. എല്ലാം ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ I'm തുടങ്ങി. taking everything. I started ഒരു praying. ഉണർവ് നിങ്ങൾക്ക് ആവശ്യമാണോ? A revival do you want? പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. Start praying. അവരോട് കുറ്റം പറയാതെ, Not others. ആരുടെയും കുറ്റങ്ങൾ കണ്ടുപിടിക്കാതെ, Not others' mistakes. നിന്റെ കുറ്റവും മറ്റുള്ളവരുടെ കുറ്റവും നീ ഏറ്റെടുത്തുകൊണ്ട് You take yours mistake and others' mistake. ദാനിയേലിനെ പോലെ പ്രാർത്ഥിക്കാൻ Like തുടങ്ങുമ്പോൾ, Daniel, start praying. ഇടിവിൽ നിന്ന് നിലവിളിക്കാൻ തുടങ്ങുമ്പോൾ, You cry. ദൈവത്തിന്റെ ആലോചന നിന്റെ മേൽ വരും. You will get the counsel of God. 25-ാം വാക്യം വായിക്കുമ്പോൾ, 25 we read, യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ മാറ്റി God has changed the desolation. പണിയാൻ തീരുമാനിച്ചു. വായിക്കാം. Know therefore and understand that from going forth of this commandment to restore and to build Jerusalem unto the Messiah the Prince shall be 7 weeks. 25 ആണോ? 9:25. 9:25 അല്ലേ? യെരൂശലേമിനെ യഥാസ്ഥാനത്ത് പണിയാൻ കൽപ്പന പുറപ്പെടുവിച്ചു. God wants to restore മലയാളം Jerusalem. വായിച്ചേ. അതുകൊണ്ട് നീ അറിഞ്ഞു ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ യെരൂശലേമിനെ യെരൂശലേമിനെ യഥാസ്ഥാനത്ത് പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് ഏതാണ് യെരൂശലേം? What is Jerusalem? ആർഷികമായ യെരൂശലേമിനെ അങ്ങനെ പണിയുന്നുണ്ട്. The literal Jerusalem is built സഭ like that. 2 രീതിയിൽ പോവുകയാണ്. But churches goes 2 ways. ഒന്ന് ആത്മീയ യെരൂശലേം, One is a spiritual ഒന്ന് Jerusalem. ആർഷികമായ യെരൂശലേം. Others literal ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, In Galatians, വീതിയുള്ള യെരൂശലേമോ അവൾ തന്നെ നമ്മുടെ അമ്മ. the high one is our അപ്പോൾ mother. വീതിയുള്ള യെരൂശലേമാണ് സഭ. The Jerusalem which is high is church. താഴെയുള്ള യെരൂശലേം ഇസ്രായേൽ. The down one is Israel. ഇപ്പോൾ ഈ സഭ ഇതിന് പണി നടക്കുകയാണ്, ആത്മീയ സഭയുടെ. Now this building is going on. അതാണ് വെളിപ്പാട് 21-ാം അധ്യായത്തിൽ In വായിക്കുമ്പോൾ Revelations 21, 10-ാം വാക്യം വായിച്ചേ. 10th words. അവൻ എന്നെ ആത്മവിശുദ്ധിയിൽ ഉയർന്ന ഒരു വൻമരയെ കൊണ്ടുപോയി പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം വായിച്ചു. അവൻ എന്നെ ആത്മവ്യവസ്ഥയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇതാണ് സഭ മണവാട്ടി എന്ന് പറയുന്നത്. This is bride. ഇതിനെയാണ്, ഈ പണിയാണ് ഇപ്പോൾ നടക്കേണ്ടത്. This construction would happen now. ആ പണി നടക്കണമെങ്കിൽ to start that construction, അതിനെ യഥാസ്ഥാനത്തിൽ പണിയുവാൻ കൽപ്പിച്ചിരിക്കുകയാണ്. there is a commandment to go a restoration. നിങ്ങൾ നമുക്കുള്ളൊരു യഥാസ്ഥാപനം വേണം. We also need a restoration. ക്യാപ്റ്റിവിറ്റി കഴിഞ്ഞിട്ട് ഒരു യഥാസ്ഥാപനം. After captivity there is a restoration. റോമാലേഖനം 7-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ Romans 7 7:24 അപ്പോസ്തലൻ പറയുന്നു, 7:21 അയ്യോ apostle says, ഞാൻ അരിഷ്ട മനുഷ്യൻ. oh I am a wretched man. 7:20 മുതൽ വായിക്കുമ്പോൾ From 7:20 onwards, ഞാൻ ഇഷ്ടപ്പെടാത്ത പലതും എന്നിൽ വ്യാപരിച്ചിരിക്കുന്നു. there are something I don't like in നന്മ me. ചെയ്യാൻ ഞാൻ ഇച്ഛിക്കുന്നെങ്കിലും Even though I want to do good, തിന്മ എന്നിൽ പ്രവർത്തിക്കുന്നു. the evil is working in me. നല്ലത് ചിന്തിക്കുമ്പോഴും Even though I ദുഷ്ടത വരുന്നു. the evil is coming ഇങ്ങനെ into ഞാൻ me. മിസറബിൾ കണ്ടീഷൻ, ഒരു അസ്വസ്ഥനാകുകയാണ്. I am uncomfortable. രണ്ടിനാലും ഞാൻ അസ്വസ്ഥനാകുന്നു. I am so uncomfortable. ആത്മീയരായ മനുഷ്യർക്ക് അങ്ങനെയുള്ള സ്റ്റേജ് ഉണ്ടാകും. The peoples will get this kind of stage. നന്മയും തിന്മയുടെ പോരാട്ടം അവർക്കുണ്ടാകും.
ഉണ്ടാകും. He has struggled between good and നല്ലത് ഞാൻ evil. ആഗ്രഹിച്ചാലും തിന്മ കയറി വരുന്നു. Even though I like good, I വിശുദ്ധനാകണം തീരുമാനിക്കുമ്പോൾ തന്നെ അശുദ്ധി അല്ലെങ്കിൽ ജഡികമായ പോരാട്ടം ഉണ്ടാകും. I want to become a holy, but the filthiness ഇവിടെയാണ് coming in. ഓ ഐ ആം എ wretched man, അരിഷ്ട I am a മനുഷ്യൻ. wretched man. ആരെന്നെ പിടിവിക്കും? Who can deliver me? ആർക്ക് പിടിവിക്കാൻ കഴിയും? Who can deliver me? റോമർ 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ Romans 8:1. ക്രിസ്തുയേശുവിനാൽ By the Christ Jesus, അവന്റെ ആത്മാവിന്റെ പ്രമാണം. by the law of his spirit. വായിച്ചേ 8:1-2. There is therefore now no condemnation to them which are in Christ Jesus, who walk not after the flesh, but after the Walk Spirit. not after the flesh, But after the Spirit. after the spirit. അപ്പൊ ഇനി എന്ത് ചെയ്യണം? What do we have to do? മാംസത്തിൽ ഉൾപ്പെടാമൽ ആവിയിലെ നടക്കുന്നവർക്ക് ആക്രി തീർപ്പില്ലെന്നാണ് തമിഴിൽ പറയുന്നത്. മാംസത്തിൻപടി നടവാമൽ, Without walking in flesh, അതായത് ജഡപ്രകാരം നടക്കാതെ without walking in flesh. ആത്മാവിൽ നടക്കുന്നവർക്ക് ഇനി ശിക്ഷയില്ല. For the people who walk in spirit, there is no അതിന്റെ അർത്ഥം ഈ condemnation. ന്യായവിധി മാറിക്കിട്ടും. The judgment will go. അപ്പൊ എങ്ങനെ ആത്മാവ് നടക്കും? How we can walk in അതാണ് spirit? സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ That is ആത്മാവിനാണ്. not by might, not by power, അത് but the എങ്ങനെ spirit of God. പ്രാപിക്കാം? How we can get that? 2 കൊരിന്ത്യർ 13:9 വായിക്കുമ്പോൾ 2 Corinthians 13:9. പ്രാർത്ഥിക്കാനും നിവർത്തിയുള്ളൂ. Only pray. ഇത് പ്രസംഗിച്ച് കയറ്റാൻ ഒക്കത്തില്ല. It's not by പ്രസംഗിച്ചാൽ message. മനസ്സിലാക്കാം. We can understand by message, പ്രാർത്ഥന തുടങ്ങിക്കോണം. but you will start praying. നിങ്ങൾ പ്രാർത്ഥിക്കാൻ You will തുടങ്ങിക്കോണം. start praying. എന്തിനു വേണ്ടി? For what? പൊന്നിനും സ്വത്തിനുമല്ല, Not for gold and മറ്റു possession. ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, Not for literal things. നിങ്ങളുടെ യഥാസ്ഥാപനത്തിന് വേണ്ടി For your പ്രാർത്ഥിക്കണം. restoration. വായിച്ചേ. ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ശക്തരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു നിങ്ങളുടെ യഥാസ്ഥാനത്തിനായി. നിങ്ങളുടെ യഥാസ്ഥാനത്തിനായി പ്രാർത്ഥിപ്പിൻ. Pray for your restoration. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ യഥാസ്ഥാപനത്തിന് വേണ്ടി For the പ്രാർത്ഥിപ്പിൻ. restoration of your children. നിങ്ങളുടെ സഭയുടെ യഥാസ്ഥാപനത്തിന് For the വേണ്ടി restoration of your പ്രാർത്ഥിപ്പിൻ. church. ദാനിയേലിനെ പോലെ Like Daniel. ഇതായിരിക്കണം ഈ കാലത്തിലെ പ്രാർത്ഥന. This is the prayer of this വേറെ time. ഒരു ഭൗമിക കാര്യത്തിന് പ്രാർത്ഥിക്കാൻ Not പോകുന്നില്ല. for any temporal ഇംഗ്ലീഷ് things. വായിച്ചേ. വിഷയോ For we are glad when we are weak, and ye are strong, and this also our wish, even your perfection. we wish even your Perfection. perfection. നിങ്ങളുടെ പൂർണ്ണതയ്ക്കായിട്ടാണ് ഇനി പ്രാർത്ഥിക്കുന്നത്. For your perfection we are അവൾ praying. എബ്രായത്തിൽ വായിക്കുമ്പോൾ ഇവകളെ വിട്ട് പരിജ്ഞാന പൂർത്തിയിലേക്ക് പോവുക, ഈവൻ ടു പെർഫെക്ഷൻ. Leading to the perfection. അപ്പൊ പെർഫെക്ഷൻ ആണ് നമുക്ക് ആവശ്യം. But we need perfection. അതാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ Ephesians 4. വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിനായി വായിച്ചേ. Restoration of the saints. 4:12-13 വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായും എന്നൊരു വാക്യമില്ലേ? 13 വായിച്ചേ. For the perfecting of the saints. For the perfecting of the saints. For the perfecting of the saints. പലരും വിശുദ്ധനാണ്. Many people are saints. നമ്മളൊക്കെ കോടികൾ പറയത്തില്ല, വിശുദ്ധരാന്ന് പറയത്തില്ലേ? We can say the fine saints. വിശുദ്ധൻ, നമ്മുടെ വിശുദ്ധൻ, പാസ്റ്റർ വിശുദ്ധൻ. Our saint, our pastor saint. പൗലോസ് വിശുദ്ധൻ എന്ന് പ്രഖ്യാപിച്ച് നിങ്ങളെയാ കേട്ടോ. The Paul says you are the saint. The believers are the അവിടെ saint. നിങ്ങൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുമ്പം When you call one another, എന്ത് പറയണം? തങ്കവേലു വിശുദ്ധൻ then അങ്ങനെ കൂട്ടി പറഞ്ഞു. we have to say like this. പൗലോസ് അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. Like this, Paul says, വിശ്വാസികളാണ് വിശുദ്ധര്, the believers are the saints. വേലക്കാർ വൃതസ്ഥര്. Workers are വൃതസ്ഥർ ഞാൻ ഡെഡിക്കേറ്റഡ് consecrated. അല്ലെങ്കിൽ അവൻ അതിനായിട്ട് കോൺസിക്രേറ്റഡ്. മൂന്നാമതൊരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. There's third group. അത് ഞങ്ങളുടെ ഗ്രൂപ്പാണ്. That is our group. നിങ്ങളുടെ ഗ്രൂപ്പ്, One group, ഇവരുടെ ഗ്രൂപ്പ്, another group, ഞങ്ങളുടെ ഗ്രൂപ്പ്. my group. തുറന്നു പറയാൻ പാടില്ലാത്തതാണ്. I should not say it എന്നാൽ openly. ഇടയ്ക്ക് ചില ഇരിപ്പുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പ്. Some people are here. കൊലോസ്യ ലേഖനം 3:12 വായിച്ചേ. Colossians 3:12. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഞങ്ങളെ ചില വേലക്കാർ കൂട്ടത്തില്ലല്ലോ. അതാണ്. Some people will not include us. ചെറിയാങ്കുഞ്ഞൊക്കെ ഒറ്റപ്പെട്ട പാർട്ടിയാന്ന് പറയും. Triangle is an isolated person. പുള്ളിയൊക്കെ വേറൊരു ലെവലാന്ന് പറയും. It's an another level. ശരിയാ, വേലക്കാരെന്ന് പറയാറുണ്ട്. Even the workers used to say this. ഈ 3 ഗ്രൂപ്പുണ്ട് സഭയിൽ. There are 3 groups in the church. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി. വായിച്ചേ, ഇംഗ്ലീഷ് വായിച്ചേ. Put on therefore as the elect of God, holy and beloved, holy beloved, bowels of mercies, kindness, humbleness of mind, meekness and മലയാളത്തിൽ long. കൃത്യമായിട്ട് പറയുന്നുണ്ട്. In Malayalam it's clearly said. എന്താ വൃതസ്ഥര്? For this, അത് നമ്മുടെ പൊതുവായുള്ള സുവിശേഷ വേലക്കാര്. that is a normal workers. വിശുദ്ധര്. They are saints. പൗലോസ് എപ്പോഴും വിശ്വാസികളാണ് വിശുദ്ധരെന്ന് പറയുന്നത്. The Paul used to call believers as മൂന്നാമതാരാ? saints. വായിച്ചേ. വൃതസ്ഥരും വിശുദ്ധരും പ്രിയര്. Holy and beloved. അതാരാ? Who are the beloved? ഞങ്ങളുടെ ഗ്രൂപ്പ്. That our group. എങ്ങനെയായി പ്രിയരായി തീരുന്നേ? How we can become beloved? അവര് ദൈവത്തെ മാത്രം പ്രസാദിക്കുന്നവരായി They തീരണം. will please only മനുഷ്യരെ God, പ്രസാദിപ്പിക്കാൻ പോകത്തില്ല. not pleasing the human beings. ചുരുക്കം പേരെ കർത്താവ് Only പ്രിയരെ few വിളിച്ചു. peoples. ഒന്ന്, One, യേശുവിനെ ദാനിയേലിനെ വിളിച്ചു. Daniel God ഏറ്റവും called. പ്രിയപുരുഷനായ ദാനിയേലേ. My beloved person. യോഹന്നാനെ വിളിച്ചു. John he called. പ്രിയപുരുഷനായ യോഹന്നാൻ. Beloved man. എന്നാൽ യേശുവിനെ ദൈവം ആദ്യമേ വിളിച്ചു, പിതാവ്.
But Father ഇവൻ called എൻ്റെ Jesus, പ്രിയപുത്രൻ. he is my beloved son. പുത്രനല്ല, പ്രിയപുത്രൻ. Beloved son. അപ്പൊ പ്രിയരായി തീരണമെങ്കിൽ To become beloved, അതാണ് ഈ മൂന്നാമത്തെ സ്റ്റേജിൽ. that is the third stage. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, Not by might, not by power. അതാണ് സെരുബാബിന്റെ ആലയം. That is the temple of അപ്പൊ ഈ Zerubbabel. ആലയത്തിന്റെ പ്രധാനമായ വിഷയം The importance of this നമുക്കത് temple, വേറെ പാട്ടിലെടുക്കാം. in another part we will take ഇതിപ്പോ it. ആറാമത്തെ, ഇപ്പൊ പറയുന്ന ഒരു ആറാമത്തെ പാട്ടിന്റെ ഒരു ഭാഗമാണ്. This is the part of sixth part. 4-5 പുറകെ നമുക്ക് ചൊവ്വായും ബുധനും എടുക്കാം, And ദൈവം അനുവദിച്ചാൽ. God wills and Tuesday, അപ്പൊ ഈ Tuesday and Wednesday we will കാണുന്ന take. ഈ ആലയത്തിന്റെ This temple, ആത്മീയമായ പ്രതീകമാണ് സക്കറിയ 4-ാം അധ്യായം. the spiritual embodiment is നമ്മൾ Zechariah 4. ടച്ച് ചെയ്തിട്ട് പിന്നീട് നമുക്ക് നിർത്താതിന് ശേഷം അടുത്ത ദിവസം കേൾക്കാം. We will touch this and we will വായിച്ച finish 4-ന്റെ സക്കറിയ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. Zechariah 4:1. എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഇംഗ്ലീഷ് വായിച്ചേ. And the angel that talked with me came again and walked me as a man that is walked out of the sleep, ആ and said unto me, What seest thou? And I said, I have looked, and behold a നീ എന്ത് candle. കാണുന്നു? സക്കറിയാവേ, നീ എന്ത് കാണുന്നു? What are you seeing, Zechariah? എന്ത് മനസ്സിലാക്കിയോ? ഒന്നും അറിയില്ല. He didn't know anything. ഒരു നിലവിളക്ക് വായിച്ചേ, candlestick. മുഴുവനും പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക്, കാൻഡിൽസ്റ്റിക് വായിച്ചേ. And I said, I have looked, and behold a candlestick of all gold, നോക്കണം, ബിഹോൾഡ് കാൻഡിൽസ്റ്റിക്സ് ഓൾ ഗോൾഡ്. with a bowl open, the അതിന്റെ top. നോക്കുക, ഒരു കാൻഡിൽസ്റ്റിക് അല്ലെങ്കിൽ ഒരു നിലവിളക്ക്. A candlestick. ഈ നിലവിളക്കാണ് നമ്മൾ സഭാകൂടാരത്തിൽ കണ്ടു. That's what we see in tabernacle. വിശുദ്ധ സ്ഥലത്തിൽ ഒരു നിലവിളക്ക്. In the holy place there is a ഇത് candlestick. സഭയാണ്, സഭ, വിശ്വാസി, ഒരു വിശ്വാസിയാണല്ലോ സഭയാണ്. Candlestick shows the church or a അത് അവിടുന്ന് believer. വളർന്ന് It grows അപ്പോസ്തലികമായ സഭയിൽ കൂടെ പൂർണ്ണപ്പെട്ട് through apostolic church is got perfected. പിന്നീട് ഇടുക്കുവാതിൽ കൂടെ, ഈ പരീക്ഷയിൽ കൂടെ അല്ലെങ്കിൽ പ്രവാസം കഴിഞ്ഞ്, Through this narrow path, through this പ്രവാസം captivity, കഴിഞ്ഞ് ശുദ്ധീകരണം കഴിഞ്ഞ് after the captivity, after ദൈവത്തിന്റെ sanctification, കാന്തയായി മണവാട്ടിയായി it മാറുകയാണ്. becomes the bride of Christ. ഇപ്പൊ മക്കൾ The children, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവനും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. all these people are children of God. അബ്ബാ പിതാവ് എന്നുള്ള പുത്രത്തിന്റെ ആത്മാവ് They പ്രാപിച്ചു. given the sonship is ഇനി called Abba പുത്രൻ Father. പുത്രൻ ആരായി മാറണം? Who is this son? ക്രിസ്തുവിന്റെ മണവാട്ടിയായി മാറണം. They should become as a ഇതാണ് bride of Christ. 3 സ്റ്റേജ്. There are 3 stages. അപ്പൊ മണവാട്ടിയായി മാറുന്നതിന് To become bride, അതിനെയാണ് ഈ കാണുന്ന ചിത്രം. this is the മുഴുവനും പൊന്നുകൊണ്ടുള്ള നിലവിളക്ക്. candlestick of all gold. നോക്കി, ആ നിലവിളക്ക് നമ്മളിവിടെ കാണുന്നുണ്ട്. We can see that gold ആ പടത്തിൽ candlestick കാണുന്നുണ്ട്. here. ഇതാ We can see here. മുഴുവനും പൊന്നുകൊണ്ടുള്ള വിളക്ക് This is the candlestick full of gold. കാണുന്നുണ്ടോ? വരുന്നില്ല അല്ലേ? ആ വായിച്ചേ, മുഴുവനും പൊന്നുകൊണ്ടുള്ള വീണ്ടും I said, I have looked, and behold a candlestick all of gold, with bowl open the top of it, and the 7 lamps thereon, and 7 pipes to the 7 lamps which are upon the top. നോക്കുക, ഈ മുഴുവനും പൊന്നുകൊണ്ടുള്ള വിളക്ക്. There's a candlestick with pure gold. അതിന്റെ മേളിലൊരു കുടം. On the top of it there is a bowl. അപ്പൊ ഈ കാണുന്ന നിലവിളക്കിന്റെ അല്ല, ഇത് ഈ അതേ സെയിം നിലവിളക്ക് തന്നെയാണെങ്കിലും Same candlestick ഇത് മുഴുവനും പൊന്നുകൊണ്ടുള്ള വിളക്ക്. full of gold. ഇത് വെട്ടുകൂടിയിൽ വെച്ച് കുറവ് തീർത്താണ്. It is made up in the ഇതൊരു workshop. വിശ്വാസിക്ക് നിഴലാണ്. It resembles a ഇത് believer. സെരുബാബിന്റെ ആലയത്തിനോട് ബേസ് ചെയ്ത് വരുമ്പോൾ When we based in this Zerubbabel temple, അതിനെ ബേസ് ചെയ്ത് ഈ വിളക്കം പറയുകയാണ്. we can see this ഇത് പുതിയ candlestick. നിയമസഭയാണ് അല്ലെങ്കിൽ വിശ്വാസിയാണ്. This is a church or a അതിന്റെ believer. മേളിലുള്ള കുടം, On the top of that there is അതിന്റെ a അർത്ഥം bowl. നമ്മുടെ മനസ്സ്, The bowl shows the നമ്മുടെ mind. ഹൃദയം, മനസ്സ്. Our heart or mind. ഈ മനസ്സിലേക്ക് In this mind ഇവിടെ 2 ഒലിവ് മരം നിപ്പുണ്ട്. there are two olive ആ trees. അധ്യായത്തിൽ വായിക്കുമ്പോൾ We can read there. ഈ ഒരു മരം These olive trees, ക്രിസ്തുവും പരിശുദ്ധാത്മാവും, Christ and the Holy Spirit. അല്ലെങ്കിൽ എണ്ണ അഭിഷേകം പകരുന്ന 2 പുരോഹിതന്മാർ. There are 2 priests giving the oil. ഒന്ന് മൽക്കീസദേക്ക് എന്ന പുരോഹിതൻ, One is Melchizedek the priest, മറ്റൊന്ന് മൽക്കീസദേക്ക് ക്രമത്തിൽ പുരോഹിതനായ ക്രിസ്തു. and the Christ who became the priest in the order of Melchizedek. മൽക്കീസദേക്കാര് Who is Melchizedek? ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ Genesis 14. അബ്രഹാം ജയിച്ചു വരുന്ന അബ്രഹാമിനെ എതിരേൽക്കുന്ന മൽക്കീസദേക്ക്. The Abraham faced by this ഇത് Melchizedek. മറ്റു ചില ക്രിസ്തീയ ഗ്രൂപ്പുകൾ പറയുന്നത് ഇതൊരു മൽക്കീസദേക്ക് എന്ന് പറഞ്ഞൊരു ആ ദേശത്തിൽ ഒരു മനുഷ്യനാണെന്ന്. The other people says Melchizedek is a ഇല്ല, person. മനസാക്ഷ്യം കാലത്തിൽ പൗരോഹിത്യം ഭൂമിയിൽ ദൈവം കൊടുത്തിട്ടില്ല. The dispensation of the conscience, there is no priesthood. ന്യായപ്രമാണ കാലത്തിൽ അല്ലെങ്കിൽ മോശയുടെ കാലത്താണ് പൗരോഹിത്യം ഭൂമിയിൽ The കൊണ്ടുവന്നത്. time of Moses, the priesthood came. അപ്പൊ അങ്ങനെ ഒരു into life. പുരോഹിതൻ മനുഷ്യനല്ല. That priest is not a man. 110-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ In 110 we read, നീ മൽക്കീസദേക്കിന്റെ ക്രമത്തിൽ എന്നേക്കും പുരോഹിതൻ യേശുവിനെ പറയുന്നു. you are a priest in the order of Melchizedek forever. അപ്പോൾ ഈ മൽക്കീസദേക്കാര് Who is this Melchizedek? അത് പഠിക്കണമല്ലോ. We have to read about എബ്രായർ 7-ാം അധ്യായത്തിൽ 1 മുതൽ Hebrews 7:1 onwards. അവന് മാതാവില്ല, പിതാവില്ല, വംശാവലില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. There is no mother, there is no father, there is a descendant. there is മാതാവും no പിതാവില്ലെന്ന് starting of പറഞ്ഞാൽ life. മാതാവും പിതാവില്ലെന്ന് പറഞ്ഞാൽ ആദാമിന്റെ കാര്യം പറയാം. Mother and father, but no mother and father means Adam.
എന്നാൽ ആദാമിന് വംശാവലിയുണ്ട്, ജീവാരംഭവും ജീവാവസാനവും. But there is a descendant and the starting of the life for അപ്പൊ Adam. മനുഷ്യകുലത്തിൽപ്പെട്ട ആളെ അല്ല. And he is not from man. അപ്പൊ പിന്നെ ആരാ? Who is he then? ദൈവമാണ്. He is God. ദൈവത്തിൽ മൂന്നാളത്വം, There is a three: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. Father, Son and Holy Spirit. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനാണ്. He is the priest of the most holy God. അപ്പൊ അത്യുന്നതനായ ദൈവമല്ല, പിതാവല്ല. He is not the father. അവിടെ എബ്രായ ലേഖനത്തിൽ 7 വായിക്കുമ്പോൾ In Hebrews 7 we read, അവൻ ദൈവോത്തരന് തുല്യനായ പുരോഹിതനാണ്. he is made like unto the Son of ദൈവത്തിനാരാ? God. Who is Son of God? ക്രിസ്തു. Jesus. അപ്പൊ ക്രിസ്തുവിന് തുല്യനായ പുരോഹിതൻ പരിശുദ്ധാത്മാവ്. Is like unto the Son of God. അപ്പൊ ഇത് പരിശുദ്ധാത്മാവാണ് മെൽക്കിസദേക്ക്. The Holy Spirit is Melchizedek. സഭയെ പൂർണ്ണപ്പെടുത്താൻ പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത്. The God sent Holy Spirit to make the church ഞങ്ങൾ perfect. ഇതിനെക്കുറിച്ചുള്ള നോട്ട്സ് This kind of notes, ബുക്ക്ലെറ്റ് കടയിലുണ്ട്. we have the booklet here. ഇതിന്റെ പിന്നാലെ ഞങ്ങൾ അത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും, We will publish that യൂട്യൂബിൽ ഇടുന്നതായിരിക്കും, in YouTube മെൽക്കിസദേക്കിനെ കുറിച്ച്. about അപ്പൊ Melchizedek. നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. Then you can refer തന്നെയല്ല, ഈ this. 3 ആലയങ്ങളെ കുറിച്ചുള്ള These 3 temples ഫുട് നോട്ട്സും മാപ്പും and footnotes and maps അതും പ്രസംഗത്തിന്റെ കൂടെ ഇടുന്നതായിരിക്കും. will be published in the അത് YouTube. നിങ്ങൾക്ക് അത് റെഫർ ചെയ്ത് You പഠിക്കാവുന്നതാണ്. can refer those points. ഇതെല്ലാ ക്രിസ്ത്യാനികളും അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമാണ്. Every Christian should understand അപ്പൊ this. അതാണ് മെൽക്കിസദേക്ക് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ്. The Melchizedek means the Holy ആ Spirit. മഹാപുരോഹിതൻ That Holy Spirit, നമ്മൾ High ഏദൻ Spirit, തോട്ടത്തിൽ കാണുന്നുണ്ട്. we can see them in him in ഏദൻ Eden തോട്ടത്തിൽ garden. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ When in the Eden garden men sinned, അവിടെ വെച്ചൊരു ബലി നടക്കുകയാണ്. there is a sacrifice there. ആ ബലി, That sacrifice, ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടു. that lamb was slain. അതിന്റെ തോല് മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി അവിടെ കൊടുക്കുന്നതായിട്ട് കാണുന്നു. The skin is given for the sin of the man. ആ കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ Who അത് was that ആക്ഷികമായ lamb? കുഞ്ഞാടാണെങ്കിലും It is a literal lamb. ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാട്. That is the lamb slain before അത് the foundation ക്രിസ്തുവാണ്. of the earth. That അത് is Christ. ക്രിസ്തു. That is Christ. അപ്പോൾ അവിടെ ബലി നടക്കണമെങ്കിൽ To a sacrifice there, 3 കാര്യങ്ങൾ വേണം. there are 3 things there. ഒന്ന് ബലി മൃഗം. A sacrificial animal. ഈ ബലി അർപ്പണത്തിനായിട്ട് യേശു ക്രിസ്തു അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൽ തന്നെ ക്രിസ്തുവായിട്ട് മനുഷ്യനായിട്ട് അവതരിപ്പാൻ സ്വയം സമർപ്പിച്ചു. The Son has given himself for the sacrifice. അങ്ങനെയാണ് പുത്രൻ എന്നുള്ള പേര് വന്നത്. That's why he got the name Son. അവിടെയാണ് പിതാവ് എന്നുള്ള പേര് പറയുന്നത്. That's why the Father came. ത്രിത്വ ദൈവം തന്നെ, In the triune God, അല്ലെങ്കിൽ ദൈവം ത്രിത്വത്തിൽ in the Trinity of God, ഒരാൾ മനുഷ്യനായിട്ട് വന്ന് അവതരിച്ച് തീർക്കാന്നുള്ള തീരുമാനത്തിലാണ് ആ ത്രിത്വം നമ്മൾ കാണുന്നത്. the decision that one person will come as a sacrifice, the triune God comes. അപ്പോൾ ബലിമൃഗം ക്രിസ്തു. The sacrificial animal is Christ. ബലി ആർക്കർപ്പിക്കണം? To whom the sacrifice is to be മനുഷ്യവർഗത്തിന്റെ given. പാപങ്ങൾക്ക് വേണ്ടി മരിക്കുമ്പോൾ When we die for the ആ sins of ബലി the man, ഏറ്റെടുക്കുന്ന ദൈവം, അത് പിതാവായ ദൈവം. the God who accepts the sacrifice is എന്നാൽ ഇതിനെ Father. അർപ്പിക്കാൻ ഒരു പുരോഹിതൻ വേണം. And there is a priest should be there to give the അതാണ് sacrifice. പരിശുദ്ധാത്മാവ് മെൽക്കിസദേക്ക് എന്നുള്ള പുരോഹിതനായിട്ട് And this വരുന്നത്. Holy Spirit, the Melchizedek, ആ who gives the ഏദനിൽ sacrifice. വെച്ചാണ് ഈ പൗരോഹിത്യം ആരംഭിക്കുന്നത്. In the Eden, this priesthood അവിടെ starts. വെച്ചാണ് ബലി ആരംഭിക്കുന്നത്. The sacrifice starts in അത് Eden. കാലസമ്പൂർണ്ണതയിൽ In the fullness of time, കാൽവരിയിൽ ആ ബലി യേശു ക്രിസ്തു നടന്നു. in the Calvary, the sacrifices happen. ആരുടെ ക്രമത്തിൽ? In whose order it is? മൽക്കീസദേക്കിന്റെ In the ക്രമത്തിൽ. order of Melchizedek. അന്ന് മൽക്കീസദേക്കില്ല, ലേവ്യ പൗരോഹിത്യമാണ്. There is Levitical priesthood at the time. നിഴലാട്ടമായ ലേവ്യ പൗരോഹിത്യം There's a shadow of a Levitical priesthood. പുറപ്പാട് പുസ്തകം 28-29 അധ്യായത്തിൽ കാണുന്നുണ്ട്. Exodus 38 and അത് 39. മാഞ്ഞു പോകുന്നതാണ്, It is go shed. മറഞ്ഞു പോകുന്നത്. It will go away. നിലനിൽക്കുന്നതും The eternal one, ഈ പൗരോഹിത്യത്തിന് this priesthood, യേശു ക്രിസ്തു എങ്ങനെ യോഗ്യനായി? and how Jesus became യേശു worthy. ക്രിസ്തു ഭൂമിയിൽ വരുമ്പോൾ പൗരോഹിത്യമില്ല. When Jesus came to the world, he don't have the കാരണം താൻ priesthood. ലേവ്യ പൗരോഹിത്യത്തിലല്ല, താൻ ജനിച്ചത് യഹൂദായിലാണ്. He came in the Judah. യഹൂദയ്ക്ക് പൗരോഹിത്യമില്ല. There is no priesthood for പക്ഷേ Judah. യേശു യഹൂദ ഗോത്രം ജനിച്ചെങ്കിലും When he come in the Jude tribe, തന്റെ പ്രതിഷ്ഠയാൽ because of his consecration, താൻ മൽക്കീസദേക്കിന്റെ ക്രമത്തിൽ പൗരോഹിത്യം സ്ഥാപിക്കുന്നതിന് to establish in the order of the Melchizedek, തനിക്ക് പിതാവില്ല മാതാവില്ലെന്ന് പറഞ്ഞ പോലെ he don't have the mother and father. തന്റെ മാതാവിനെ പ്രതിഷ്ഠിച്ചു. He consecrated his mother. അതുകൊണ്ടാണ് സ്ത്രീ മാതാവ് അവന്റെ മേൽ അവകാശം പറഞ്ഞ് വീഞ്ഞുണ്ടാക്കാൻ പറഞ്ഞപ്പോൾ That's why when the mother asked to make the wine, യേശു പറഞ്ഞു, സ്ത്രീയെ എനിക്ക് നിനക്ക് തമ്മിൽ എന്ത്? Jesus told, "Oh women, there is what is there in യേശുവിന്റെ between you?" സഹോദരന്മാരും സഹോദരിമാർ അല്ലെങ്കിൽ മാതാവും യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ വന്നപ്പോൾ, When the brothers and the mother came to hear his sermon, ഇല്ല, യേശുവിനെ അന്വേഷിച്ച് വന്നപ്പോൾ when they come to inquire യേശു Jesus പ്രസംഗത്തിൽ പറഞ്ഞു, during the message, ആരെന്റെ Jesus അമ്മയപ്പനും told, "Who is my mother നിങ്ങളാണ് and brothers? ദൈവേഷ്ടം ചെയ്യുന്നവര്. You are the one who do the will of God." മറിയ ക്രൂശിൽ നിൽക്കുമ്പോൾ, When Mary was under the അമ്മയുടെ cross, വേദനയിൽ താൻ വിലപിക്കുമ്പോൾ she was crying with the sorrow of the mother. യേശു പറഞ്ഞെന്താ? But Jesus told, യോഹന്നാനെ കാണിച്ചു, ഇതാ നിന്റെ മകൻ. "Show John, and this is your son." യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. To John he told, "This is your ഈ mother." യോഹന്നാനെ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താ? Why he chosen John? യോഹന്നാൻ സുവിശേഷ വേലയ്ക്ക് വന്നിട്ട് അമ്മയെ പ്രതീക്ഷിച്ചില്ല. Even though John he came to the ministry, he didn't consecrate his parents. ഇടയ്ക്ക് അമ്മ വരും പൊട്ടളമായിട്ട്. His mother used to come with some പ്രത്യേകിച്ച് snacks. യോഹന്നാൻ ഒരു പെണ്ണിന്റെ സ്വഭാവമാണ്. John has a character of the അതാണ് പുള്ളിക്ക് females. ഇത്രയും സ്നേഹം കൊടുക്കാൻ That's സാധിച്ചത്. why he is so lovable person, giving അതിന്റെ love. മാനുഫാക്ചറിംഗിൽ അല്പം ഫെമിനിസ്റ്റ് ഒരു പെണ്ണിന്റെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. He has some feminine character. ഇപ്പൊ നമ്മൾ ചില ആണുങ്ങളെ തന്നെ കണ്ടാൽ As we see some males, അവർ വർത്താനം കേൾക്കുമ്പോഴേ when we look at
at their speech, എന്തുണ്ട് വിശേഷമൊക്കെ സുഖമായിരിക്കുന്നു വർത്താനം തന്നെ ഒരു പെണ്ണിന്റെ ചുവ വരും. in the slang of a woman, പിന്നെ അവിടെ ആ കോളേജിലും then they കാരണം ആ are, മാനുഫാക്ചറിംഗിൽ ഉണ്ടായ ഒരു ഡിഫക്റ്റ് എന്ന് പറയാനൊക്കത്തില്ല, ഒരു എഫക്റ്റ് it is an effect in the manufacturing. അങ്ങനെ വരും. It can happen. ചില പെണ്ണുങ്ങളെ കണ്ടാൽ Some females, മീശ വരും. they have, ഞാനൊരു might have സഭയിൽ mustache. ഇരിക്കുമ്പോഴേ When I was in a church, അമ്മാമ്മയ്ക്ക് നല്ല മീശയാണ്, Mama has good mustache, അച്ചായന് മീശയില്ല. and Achayan don't have the ഇപ്പൊ mustache. പിള്ളേരിങ്ങനെ വിളിക്കുന്നത് And the children used to call, സാലി അച്ചായനും പിന്നെ അനിയൻ കുഞ്ഞ അമ്മാമ്മയും. Adingunyamama and അനിയൻ Sali Achayan. അനിയൻ കുഞ്ഞച്ചായന് മീശ ഒട്ടുമില്ല. Adingunyachayan don't have the mustache. ആ അമ്മാമ്മയ്ക്ക് നല്ല മീശയാണ്. Mama has a good mustache. അവിടെ പിള്ളേർ വിളിക്കുന്നത് അനിയൻ കുഞ്ഞ അമ്മാമ്മയും സാലി അച്ചായനും. Sali പുള്ളിക്കാർക്ക് Achayan and അത് Adingunyamama. കേൾക്കുമ്പോൾ വലിയ ദേഷ്യമാണ്. And he is very angry. ഏതായാലും അമേരിക്കയിൽ പോയിട്ട് മീശയെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് വന്നത്. When he went to America, എടാ അത് വളരട്ടെ, ആ പവറുള്ള പെൺപിള്ളേർ വരട്ടെ. let power come, എനിക്ക് authority ഇഷ്ടമാണ്, come. നല്ല പവറുള്ള സ്ത്രീകളെ ഇഷ്ടമാണ്. I like the പക്ഷേ girls with authority. അധികപ്പെട്ടായി പോകരുത്. Not should be more. ഇപ്പം അബിഗയിലൊക്കെ Like Abigail. അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്ന് ഒരു ഐശ്വര്യമാണ്. That kind of people is a blessing to the family. പക്ഷേ അധിക പ്രസംഗം അഭ്യാസവും കേൾ കാണിക്കരുത്. But should not show. അങ്ങനെ നല്ല സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു ഐശ്വര്യമാണ്. It is good that we can have a good നമ്മുടെ ഈ woman. വേലയുടെ ആരംഭത്തിൽ നല്ല പവറുള്ളതായ സ്ത്രീകളുണ്ടായി, വിലക്കാരുണ്ടായി. The beginning time we have a good women in the ministry. മാഷന്മാരെക്കാൾ പവറുള്ള They മദർമാർ, are more powerful than the pastors. അവർക്ക് വേലയ്ക്ക് ഒരു ഐശ്വര്യമായി. They are the blessing to the എനിവേ, ministry. അപ്പോൾ ഈ മൽക്കീസേദെക്ക് This Melchizedek, ക്രിസ്തു എന്ത് ചെയ്തു? തന്റെ പ്രതിഷ്ഠയാൽ. through his consecration, അപ്പം യോഹന്നാനെ തേടി വരും ആര്? അമ്മ. the mother used to come to see John. ഒരിക്കൽ ഒന്ന് റെക്കമെൻഡ് ചെയ്തു, Once she recommended, കർത്താവേ എന്റെ മക്കളെ ഇടത്തും വലത്തും ഇരുത്തണം. my children should be left and right of അപ്പൊ you. യേശു ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. Jesus was watching all these ഇന്നും things. സുവിശേഷ വേലക്കാരെ യേശു ശ്രദ്ധിക്കുന്നുണ്ട്. Like now also Jesus is watching ഫോൺ ministers. വിളിക്കുന്ന വേലക്കാരെ, The ministers who call phone, കൺവെൻഷൻ പോകണം, അല്ല കൺവെൻഷൻ കൂടാനല്ല, അമ്മയെ കാണണം. they are coming to the convention to see the ഒരാഴ്ച mother. മുമ്പേ വിളിച്ചു പറഞ്ഞു. They will call before 1 week. ഇവിടെ അല്ല കേട്ടോ, വേറെടുത്തതാണ്. In another place, അപ്പൊ ഞാനിപ്പുറത്തെ ഫോണിൽ കേട്ടു, I heard in the other side, അമ്മച്ചിയെ കാണാൻ ഞാൻ വരികയാണ്. I am coming to see you. വർഷങ്ങളായി ഈ പ്രാവശ്യം എൻ്റെ അമ്മച്ചിയുടെ കൂടെ ഒരു ദിവസം കെട്ടിപ്പിടിച്ചിരുന്ന് ഉറങ്ങണം. Lot of years I come here, this time I have to hug you. ഓർഡർ എന്താ മൽക്കീസേദെക്ക്? But it's on the order of the Melchizedek. അത് ഓർഡറൊന്നും ഇല്ല. There is no order at all. പറച്ചിലുള്ള മനസ്സിൽ പ്രതിഷ്ഠയില്ല. In the mind there is no consecration. അപ്പൊ യഥാർത്ഥ മൽക്കീസേദെക്ക് എന്ന് പറഞ്ഞാൽ അപ്പനില്ല, അമ്മയില്ല, വംശാവലിതൊന്നും ഇല്ല. The real Melchizedek don't have mother, father, അവിടെ descendant. വിശ്വാസികളും ശ്രദ്ധിച്ചോണം, വേലയ്ക്ക് ആളെ വിട്ടതിന് ശേഷം The believers also should be careful if you leave. പിള്ളേർ the പട്ടം ministry. പറപ്പിക്കുന്ന പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചരടെ പിടിച്ച് വലിക്കരുത്. You should not have the thread in your hand. ഇവിടുത്തെ കാര്യങ്ങളിൽ അവരെ പറഞ്ഞ് മനസ്സ് കൊള്ളാറാക്കരുത്. Telling all things to them. ഇങ്ങോട്ട് നിങ്ങൾ വിളിച്ചാൽ പറഞ്ഞു അവിടെ മര്യാദയ്ക്കൊക്കെ അവിടെ ഇരുന്ന് ഇവിടെ ഒന്നും പറഞ്ഞത് പറഞ്ഞു. If they call you, that say that you will be there. പാസ്റ്റർ ബോബി Pastor Bobby, ലൂതറൻകാരനായിരുന്നു. he is a Trivandrum person. ലൂതറൻ. Lutheran, he belongs to Lutheran church. ലൂതറിലെ ഇവരുടെ അപ്പൻ അയ്യരായിരുന്നു, പ്രീസ്റ്റ് ആയിരുന്നു. His father was a priest there. അന്നൊക്കെ മറ്റുള്ള സമുദായക്കാർ പെന്തിക്കോസ്തിനോട് ചേരാത്ത കാലമാണ്. At that time, another peoples will not join with പാസ്റ്റർ Pentecost. ബോബിക്ക് ഇവിടുത്തെ പട്ടിണിയും കഷ്ടവും പ്രയാസവും, പുള്ളി അങ്ങനെ കഷ്ടപ്പെട്ട മനുഷ്യനൊന്നുമല്ല. Pastor Bobby, because of the famine and starvation there, അതൊരു ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു, he was an English teacher. നല്ല മ്യൂസിഷ്യൻ, He's a good musician. നല്ല ഇത് പ്ലേ ചെയ്യുന്ന ആൾ, He used to play keyboard. കീബോർഡ്. അപ്പം എല്ലാം കൂടെ നല്ല ഹൈ ഫാമിലി. He is from a good ഇവിടുത്തെ family. പട്ടിണിയും കഷ്ടവും പ്രയാസവും. Here there is a starvation and famine. ഞങ്ങൾ പാട്ടുണ്ടാക്കാൻ പോകും പറയും, When he composed songs, he used to ഈ tell. വറീച്ചൻ, അത് കേസിയപ്പൻ്റെ കാര്യം പറയുന്നത്, This Varkich and the KC pastor used to tell. കേസിയപ്പൻ ഇരുത്തിക്കൊണ്ട് പറയും, While KC pastor was there, he used to tell. ചെറിയാമുഞ്ഞ ഈ വറീച്ചനൊക്കെ ഞങ്ങളെ പെടുത്തിയ പാട്. This Varkichan actually torture us like this. പുള്ളി കേസിയോസപ്പം ചിരിച്ചോണ്ടിരിക്കും. And he used to smile. എന്താ ട്രെയിനിങ് സമയത്തും Because of the training അത് period, കഴിഞ്ഞുള്ള സമയത്തും after that time, വല്ലപ്പോഴും അങ്ങനെ ഈ ഇഡലി ദോശ കിട്ടത്തുള്ളൂ. few times only we'll get idli and പാസ്റ്റർ dosa. ബോബി വലിയ കഷ്ടപ്പെടുന്ന ആളല്ലാത്തതുകൊണ്ട് Because Pastor Bobby is not a person who അന്നത്തെ suffer a ഡ്യൂട്ടി lot. മാവ് അരയ്ക്കാൻ, കല്ലിൽ അരയ്ക്കാനുള്ള ഡ്യൂട്ടി പാസ്റ്റർ ബോബിക്കിടും. He will give him the duty to grind the flour. അപ്പോൾ ബോബിക്ക് ഒരു സന്തോഷമുണ്ട്, എപ്പോഴും കഞ്ഞിയാ, 2 കപ്പ് കഞ്ഞിയാ, 2 തവി. അപ്പോൾ ഈ പ്രാവശ്യം ദോശ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പുള്ളി നല്ല സന്തോഷത്തോടെ അരച്ചു He പോകും. will with happiness that I will get idli, then he will grind the flour. തമ്പി അടുത്ത നാൾ പാത്താൽ And next day when he see, இந்த വറീച്ചൻ என்ன பண்ணும் தெரியுமா? Varkichan what he will do? எனக்கு உபவாசம் போடுவாங்க. He will give me fasting. ഞാൻ അരി അരച്ചത് പിറ്റേ ദിവസം ദോശ കഴിക്കും. I grinded the അപ്പോൾ flour. പിറ്റേ ദിവസം എനിക്ക് ലിസ്റ്റ് ഉപവാസം. But next day my list is for fasting. അപ്പോൾ കേസ് അന്തമാതിരിയെല്ലാം പണിഞ്ഞാൽ തന്നെ നിങ്ങൾ ഇപ്പം എന്താ നിലവാരത്തിൽ ഇരിക്കരുത്. I done all these things, now you are in this stage. അപ്പോൾ ഈ കഷ്ടങ്ങൾ പേടിച്ചിട്ട് Because of the sufferings, ഒരു ദിവസം വീട്ടിൽ പോയി, സേലത്ത്. one day he went to his house in Salem, അപ്പൻ്റെ അടുത്ത് പോയി. to his നോക്കണം, father. ലൂഥറൻകാരനാണ്. He's a Lutheran ഈ person. കഷ്ടങ്ങൾ സഹിക്കാതെ വന്നും പുള്ളി എന്തോ വീട്ടിൽ പോയേക്കാൻ വിചാരിച്ചു. Because of these sufferings, he went to his house. ഒരു രാത്രി ചെന്ന് വീടെ തട്ടി. One night he knocked at the door. അപ്പാ, യാര്? Father, ബാബിയാ. I am Bobby.
ஏன் இப்போ வந்தீங்க? Why you came here now? முடியாதப்பா, அந்த வேலை எனக்கு செய்ய முடியாது. I cannot work there. നോക്കട്ടെ, അപ്പൻ കഥ തുറന്നില്ല. The father didn't open the door. എന്നെ കൂടെ ചോദിച്ചു, നീ എന്തിനു വന്നു? Through the window, why you came? കഷ്ടം താങ്ങ മുടിയാതെ ഞാനിങ്ങി പോകുന്നു. A lot of sufferings, I couldn't bear, I come. അപ്പോൾ കഥ കുറച്ച് തുറന്നു, He opened the door a little bit. പെട്ടെന്ന് പുള്ളി കഥ വലിച്ചടച്ചു. He just closed the door. ഉനക്കെങ്ക ഇടവില്ല, You don't have place നീ here. അങ്കപ്പോ പാസ്റ്റർ സീജോണ്ട് പോയി മன்னிப்புകളെ, Go to Pastor C. John and ask அவர் for சொல்றது forgiveness. கீழ்ப்பட்டாங்க இரி, Obey him. இங்க உன்னை ஏற்றுக்கொள்ள மாட்டேன், I will not take you here. உன்னை கர்த்தர் தெரிஞ்சது ஆளுதான், God has selected you. இந்த വീട്ടിൽ എനിക്ക് ഇടമേ ഇല്ലാന്ന് There is சொன்னேன். no place for you in this house. പാസ്റ്റർ ബോയ്, അന്ന് അപ്പൻ എന്നെ അങ്ങനെ ഇറക്കി വിട്ടത് കൊണ്ടാണ് ഞാൻ ഈ വേലയിൽ പിന്നെ നിൽക്കാനിടയായി. Because my father told that ഇതൊരു now I am സമുദായക്കാരൻ staying in the അപ്പന്റെ house. വെളിപ്പാടാണെങ്കിൽ This is a revelation to a nominal Christian നോക്കണം, അതാണ് അറിവുള്ള മനുഷ്യർ. that he is a wise person. ആ പാസ്റ്റർ ബോബി പിന്നീട് നമ്മുടെ ഒരു രത്നക്കല്ലായിരുന്നു. He became ഈ a മാർഗത്തിൽ diamond ഇത്രയും in this അനുഗ്രഹിക്കപ്പെട്ട ഒരു വേലക്കാരൻ, very blessed minister in our church. ദൈവത്തിന്റെ വചനം ഇത്രയും വെളിപ്പാടിൽ പറയുന്ന ഒരു മനുഷ്യൻ, A lot of revelation he had. മ്യൂസീഷ്യൻ, He is a musician, ഇന്റർപ്രിറ്റർ, interpreter. മാസികയിലെ റൈറ്റർ, He is a writer in the magazine. ഏതെല്ലാം ടാലന്റുകൾ A ഉണ്ടായിരുന്നു. lot of talents he used to have. അപ്പം വിശ്വാസികളും വേലയ്ക്ക് വിട്ടതിന് ശേഷം നിങ്ങളുടെ ചരിത്രമൊന്നും അവരെ പറഞ്ഞു കേൾപ്പിക്കരുത്. Believers, once you send your children for the ministry, don't ഇങ്ങോട്ട് follow വിളിച്ചാൽ them. തന്നെ പറഞ്ഞേക്കണം, Even they call you, ഇങ്ങോട്ട് വിളിക്കണ്ട. don't call here. ഇങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ടാണ് ഈ വേലയുടെ മതിപ്പില്ല പോകുന്നത്. That's why there is no value or standard for this church. എനിക്ക് ആ കൃപ തന്നുകൊണ്ട് God has given this 44 വർഷമായിട്ട് for 44 years. ഞാൻ ജനിച്ച വീട്ടിൽ ഇപ്പോഴും ഉണ്ട്, കുടുംബമുണ്ട്. I also have ഒരു that ദിവസം house. പോലും അവിടെ കിടന്നുറങ്ങാൻ എനിക്ക് തോന്നിയിട്ടില്ല. I never slept there in my രണ്ടോ മൂന്നോ house. പ്രാവശ്യം ഞാൻ അവിടെ രാത്രി ചെന്നു. Many times I 11 മണിയായപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി ഫെയ്ത്ത് വെപ്പിൽ കിടന്നു. by 11 o'clock I went out of എനിക്കെന്തോ the അതൊരു അസ്വസ്ഥ പോലെയാണ്. I feel discomfort എന്നാൽ there. ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഭവനമായിരുന്നു. It's my beloved house. ഒരിക്കലും അമ്മയും പെങ്ങന്മാരും എല്ലാം, നീ ഒരു ദിവസം ഇവിടെ കിടക്കേ, All my mother and sisters told, one day you stay here. എനിക്ക് മരുന്നില്ല. I didn't want to. ഞാൻ അവിടെ 1 മണിക്കൂർ സുവിശേഷം പറഞ്ഞു ഇച്ചിരി കഞ്ഞി കുടിച്ചൊരു സ്ഥലം വിട്ടു. I just told the gospel. ഏതായാലും ആദ്യത്തെ പ്രാവശ്യം സുവിശേഷം പറഞ്ഞുകൊണ്ട് അപ്പൻ അടുത്ത ആഴ്ച പോയി സ്നാനപ്പെട്ടു. The next week my father, after hearing ചില gospel, he വർഷങ്ങൾക്ക് got ശേഷം baptism. After some years, ഞാനൊരു സ്വപ്നം കണ്ടു. സിസ്റ്റർ I seen a vision. സുവിശേഷത്തിലേക്ക് വരേണ്ട ആളാണ്. My sister who wants to come to the ഞാൻ പോകുന്നപ്പോൾ ministry, എൻ്റെ കൂടെ അയച്ചില്ല. she didn't come with me. അപ്പോൾ അന്ന് സഫർ ചെയ്തുകൊണ്ടിരിക്കും. That time she was ഞാൻ suffering. സ്വപ്നം കണ്ടു. I got a vision, ഇന്ന് മദ്രാസിലെ പാസ്റ്റർ MG എബ്രഹാം പറഞ്ഞു, നീ പെട്ടെന്ന് പോകാൻ പറഞ്ഞു. and Pastor M. Jepson told, "Do you go fast?" ഞാൻ അവിടെ ചെന്നു. I went there. ഈ വേലയുടെ മൊത്തം കഷ്ടങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു. I told her about all the sufferings of this പെങ്ങളുടെ ministry to my sister. അവർക്ക് ശരിയായ പിടിയുണ്ടാ വന്നാൽ മതി എന്നുള്ള രീതിയിൽ ശരിക്കും കഷ്ടങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു. I explained her all the sorrows in തന്നെയല്ല, the നീ church. വേലയ്ക്ക് വന്നാൽ If you come to the ഇങ്ങനെ ministry, ഒരു ആങ്ങളെ കാണാൻ നീ ആഗ്രഹിക്കരുത്, കാണത്തുമില്ല എന്ന് പറഞ്ഞു. you should not want to meet me, and you cannot see me as well. നിന്നെ കണ്ടാൽ പോലും ഞാൻ മുഖം തിരിച്ചോടും എന്ന് പറഞ്ഞു. Even if I see you, I will just turn my face. ഏതായാലും ആ വർഷം വേലയ്ക്ക് ഇറങ്ങി. But that year she came to the ministry. അടുത്ത വർഷം ഞാൻ അടയാറിൽ പ്രേരണ ചെല്ലുമ്പോഴേ When next year when I come to the Adayar for എന്നെ prayer, കാണാൻ വേണ്ടി അവിടെ മാറിയിരിക്കും. ഞാൻ കണ്ട പാട്ട് പോലും കാണിക്കത്തില്ല. I seen there, but I will not show my face. 3-4 പ്രാവശ്യം ഇപ്പോൾ അന്നമ്മ ചെറിയാൽ അവിടുത്തെ മദർ ഇൻചാർജിനെ വിളിച്ചു. Mother in charge asked me, പ്രിയാകുഞ്ഞിന്റെ പെങ്ങളല്ലേ നിൽക്കുന്നത്, ഇവിടുത്തെ സിസ്റ്ററാ, സംസാരിച്ചിട്ട് പോകാൻ പറഞ്ഞു. "Is she the sister? It's your sister. You speak to her." ശരി, അങ്ങനെയാണ് സംസാരിച്ചിട്ട്. Then I spoke to her. 5 വർഷം വല്ലപ്പോഴും ഒരു എഴുത്തയക്കും. For 5 years I used to write. വീട്ടിലെ പേരാ വിളിക്കുന്നത്. I call the house name. പ്രിയ സിബിച്ചൻ, സിബി. That's what ഞാൻ my house name. മറുപടി കൊടുത്തില്ല. I didn't give her reply. 5 വർഷം കഴിഞ്ഞ പുള്ളിക്കാരി കാര്യം മനസ്സിലായി. After 5 years she understood. അപ്പോൾ ബ്രദർ ചെറിയാകുഞ്ഞും പറഞ്ഞു എഴുതി, അതിന് മറുപടി കൊടുത്തു. Then she returned Brother Cheriyan Kunjan. Then I വടക്കേ replied. ഇന്ത്യയിലെ കഷ്ടമുള്ള വേല സ്ഥലത്താണ് പലത്തും ഇരുന്നത്. She went to the very difficult place in North India. 5 പൈസ ഞാൻ കൊടുത്തിട്ടില്ല. I never given any money to her. സെൻട്രൽ പാസ്റ്റർമാർ പറയും, എന്തോ ഇത് ആ വേലയ്ക്ക് സഹായിക്കേ. Central pastor used to tell me, give some money to that ministry. ഞാനല്ലല്ലോ വിളിച്ചത്, I didn't call her. അത് വിളിച്ചോ നോക്കിയോളൂ. Who were called, they will ഞാൻ take care. നാഗപട്ടണത്ത് വേല ചെയ്യുമ്പോൾ When I was working in അന്ന് Nagapattinam, അപ്പൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. that time my father was not saved. ആരോ പറഞ്ഞു ഞാൻ ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് ഇരിക്കുക, Somebody told I was in a very poor place. 2 വിശ്വാസികളുള്ള സ്ഥലം, Only 2 believers are there. പൈസയൊന്നുമില്ല. There is no money. അപ്പനോട് ആരോട് പറഞ്ഞു, Some people told, മോൻ അവിടെ കഷ്ടപ്പെടുക എന്ന് പറഞ്ഞു. your son is suffering there. പുള്ളി അന്ന് സമുദായത്തിലാ. And that time he was in the nominal church. അന്നത്തെ കാലത്ത് പുള്ളി എനിക്ക് 300 രൂപ അയച്ചു തന്നു. He sent me 300 rupees. നീ കഷ്ടത്തിലിരിക്കുകയാണ്, Because you are in a അവിടെ difficult ആളില്ലെന്ന് place. ഇവിടുത്തെ ഉപദേശി പറഞ്ഞു. And I heard from someone, സത്യം പറയാം, എനിക്ക് ആ എഴുത്തും ഇത് മണി ഓർഡറും കണ്ടപ്പോഴേ when I seen that money order and the letter, എനിക്കെന്തോ ഭയങ്കര ഒരു വല്ലാത്ത ആത്മാവ്. I got a revenge. ഇങ്ങനെന്തിന് എനിക്ക് ആശ്രയിക്കുന്നത്? Why you are എന്റെ sending ദൈവം money? വിശ്വസ്തനായിരിക്കുമ്പോൾ My God is faithful. ഞാനുണ്ടെ പണം തിരിച്ചയക്കാൻ I want to send it back. ഇതെല്ലാം എഴുതി എഴുതി. I sent a letter also. അപ്പോൾ ദൈവം എന്നെ പറഞ്ഞു, God told ഈ me, പ്രാവശ്യം സ്വീകരിച്ചു, in this time you receive it. എഴുതിക്കൊള്ളാൻ പറഞ്ഞു. You will write a letter. ഞാൻ പറഞ്ഞു,
എന്നെ വിളിച്ച് ദൈവമാണ്. The God who called me അച്ഛൻ എനിക്ക് ആ പൈസ ഒന്നും അയച്ചേണ്ട wanted ആവശ്യം. to send me money. എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും അവൻ മതിയാവില്ല. For all my needs, He is enough. അങ്ങനെ പൈസ കൊടുക്കണമെന്ന് തോന്നിയാൽ If you want to give me some money, മാസം തോന്നി അവിടെ ഒരു ഫെയ്ത്തോ ഉണ്ട്, അവിടെ കൊടുത്തേക്കാം. every month there is a faith. മേലാൽ എനിക്ക് പൈസ അയച്ചേക്കരുത്. Don't send me money anymore. കാരണം ഞാൻ അദ്ദേഹത്തിന് പൈസക്കില്ലല്ലോ കിടക്കുക. എൻ്റെ ബോസ് ഉണ്ടല്ലോ. Because I have my own boss. അപ്പോൾ ഇതാണ് ആ പ്രതിഷ്ഠയിലൊക്കെ നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ. This is the consecration. ദൈവത്തിന് സ്തോത്രം. Praise be to God. അങ്ങനെ വരുമ്പോൾ ദൈവം നമുക്ക് സകലത്തിനും മതിയാകും. Then God will be ചില enough for സമയത്ത് us. നമുക്ക് ചില പരീക്ഷകൾ വരും. Sometimes we will have some tribulation. ഒരു ദിവസം ഞാൻ ഈ പറഞ്ഞ പോലെ ചുമച്ച് വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത്, One time I was coughing and I was in discomfort. വളരെ സഫർ ചെയ്ത സമയത്തിൽ And I was suffering a lot ഒരു of പരിചയക്കാരൻ one familiar person. കുറെ ഹെർബൽ സാധനങ്ങൾ, അതായത് ടോണിക്കുകൾ, Was some tonics they gave me. ഇത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. And he had given me to drink it. അപ്പോൾ ഞാനത് വെച്ചിട്ട്, ഹെർബൽ അല്ല, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. It's just herbals. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ബോസിനോട് ചോദിക്കും. Then I used to ask, yeah, for whatever thing I used to ask my ഞാൻ boss. മുട്ടുമുടക്കി ചോദിച്ചു, കർത്താവ് ഈ ഹെർബലിൻ്റെ കഴിക്കാമെന്ന് ചോദിച്ചു. I asked God, these are the herbal things, can I use it? നീ കഴിച്ചോളാൻ പറഞ്ഞു. And he asked me to use it. പക്ഷേ കഴിച്ചോളാൻ പറഞ്ഞതിനകത്ത് ട്യൂൺ വ്യത്യാസം ഉണ്ടായിരുന്നു. But when he said that, there is a tune കർത്താവ് difference. അങ്ങനെ നമ്മളെ തടസ്സം ചെയ്യത്തില്ല. The God will not ആ hinder us. ട്യൂൺ വ്യത്യാസം എനിക്ക് തോന്നിയടാ, എൻ്റെ ദൈവം സകലത്തിന് മതിയാവനല്ലേ. My Lord is sufficient for everything. ഞാൻ നല്ല വിലയുള്ളതാണ്, It's good quality. അത് തിരിച്ചു കൊടുത്തു. I given back. ഞാൻ പറഞ്ഞു, കർത്താവേ Oh Lord, നീ എന്നെ എൻ്റെ ഗ്രേറ്റ് ഫിസിഷ്യൻ, you are my great physician. നീ അറിയാം, നിന്റെ മുതലല്ലേ ഇത്, I am your possession. നീ എന്നെ പരീക്ഷിക്കുകയാണെന്ന് എനിക്കറിയാം. കഴിച്ചോളാൻ പറഞ്ഞപ്പോഴേ കാര്യം പിടികിട്ടിയെന്ന് പറഞ്ഞു. I know you are trying me. പിറ്റേ ദിവസം എനിക്ക് അത്ഭുത സൗഖ്യം. Next day I got a complete healing. മാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ട എനിക്ക് For all the months I was suffering, അത്ഭുത സൗഖ്യം. complete healing. 3, 4, 5 ദിവസം തുടർന്ന് മണിക്കൂറുകൾക്ക് ശുശ്രൂഷ ചെയ്തു. For 3 or 4 hours continuously I do the ministry. നല്ല ഫ്രഷ് ആരോഗ്യം കിട്ടി. I get a good health. അപ്പോൾ ദൈവം തടസ്സമൊന്നുമില്ല. നീ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നത് ദൈവം നിന്നെ ശിക്ഷിക്കാനൊന്നും God will not hinder പക്ഷെ anything. എൻ്റെ ദൈവം സകലത്തിന് മതിയാവുന്നതാണ് നമ്മുടെ വിശ്വാസം. But my Lord is sufficient for all അത് things. That's നമ്മൾ my faith. പുതുപ്പിച്ചുകൊണ്ടേ പോകണം. That we have to confess. അബ്രഹാം എന്ത് ചെയ്തു? What Abraham told, സോദോമിലെ രാജാവ് ഇതെല്ലാം നീ എടുത്തോളാൻ പറഞ്ഞു. the king of Sodom told, you take all these things. അതിന് അവൻ ജയിച്ചവനല്ലേ. And because he won. 14-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 14th chapter we read, അബ്രഹാം പറഞ്ഞത്, Abraham told, സോദോം രാജാവേ, O king, എന്നെ വിളിച്ച ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. the God who called me has a purpose on നാളെ me. അവൻ എന്നെ സമ്പന്നനാക്കുകയും ചെയ്യും. And now he will make me rich. അപ്പൊ നീ പറയും ഞാൻ കൊടുത്തിട്ടാന്ന് പറയും. Then you will say നിന്റെ that ഒരു I given you. ചെരുപ്പിന്റെ വാറ് പോലും ഞാൻ എടുക്കുകയില്ല. I don't want even a chapel from you. ആ തീരുമാനം എടുത്തപ്പോഴേ The decision he took, സ്വർഗം ചലിക്കും. the whole heaven will be പെട്ടെന്ന് shaken. മെസ്സഞ്ചർ വന്നു. And there is a messenger. വായിച്ച ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ 1-ാം വാക്യം. അതിന്റെ ശേഷം ആ തീരുമാനത്തിന് ശേഷം After that decision, അപ്പോഴാണ് ഈ മൽക്കീസേദെക്ക് ഒന്ന് അപ്പവും വീഞ്ഞും കൊടുത്തത്. and that time Melchizedek came and greet him with the bread and wine. അപ്പവും വീഞ്ഞും എന്താണ്? What is bread and wine? 104-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ 104 ഹൃദയത്തെ Psalms, ബലപ്പെടുത്തുന്ന അപ്പവും the bread which strengthens the ഹൃദയത്തെ heart, സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും and the മുഖത്തെ മിനുക്കുന്ന എണ്ണവും. wine which glad the heart. അബ്രഹാം ദശാംശം കൊടുത്തു, Abraham given the tithes. മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊടുത്തു. Melchizedek given the bread ഇന്നും and wine. വിശ്വാസികളായ ദൈവമക്കൾ ദൈവത്തിന് ബഹുമാനിച്ച് കാണിക്കുകയും ദശാംശം Now കൊടുക്കാറുണ്ടല്ലോ. the believers used to give the tithes and offerings in the honor of the God. അപ്പൊ ഞങ്ങൾ എന്ത് തരും? What we will do, നല്ല കട്ടിയുള്ള അപ്പം തരും. we will give a good bread. ദൈവരാജ്യത്തിന് സന്തോഷം പകർന്നു We തരും. will give the joy of the kingdom of ഇന്നലത്തെ God. പകരത്തെ മീറ്റിംഗ് കഴിഞ്ഞ് പലരും പറഞ്ഞു ചായ ആഴ്ചയിലൊന്ന് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെക്കണമെന്ന് പറഞ്ഞു, മാസത്തിലൊന്ന്. And after yesterday's meeting, many people told you have to conduct this kind of meeting. തമ്പുരാൻ തരുന്ന ഗിഫ്റ്റ് അല്ലേ. It is a gift from God. ചിലപ്പോൾ അടുത്ത ആഴ്ച ഞാൻ എൻ്റെ സ്വന്തത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ കടപ്പിലായി പോകും. Then അത് ദൈവം നിശ്ചയിക്കുന്ന പോലെ നടക്കട്ടെ. it's up to the God's plan. ദൈവത്തിന് സ്തോത്രം. Praise be to God. അപ്പോൾ അപ്പവും വീഞ്ഞെന്ന് പറയുന്നത് The great ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പം, ദൈവത്തിന്റെ സത്യവചനങ്ങൾ, bread which strengthens the കട്ടിയുള്ള heart, ആഹാരം, സൗണ്ട് ഡോക്ട്രിൻസ്. the sound doctrines. വീഞ്ഞ് ദൈവരാജ്യത്തിന് സന്തോഷം, Wine പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. is the joy of the Holy Ghost. അതാണ് ഈ മൽക്കീസേദെക്ക് എന്ന പുരോഹിതൻ. This is what the priest അതാണ് and order of the ഒരു Melchizedek. മരം. There's 2 olive trees. ആ ക്രമത്തിൽ In that order, യേശു മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ മഹാപുരോഹിതനായി തീർന്നു. Jesus became a high priest in the order of ഇവർ Melchizedek. രണ്ടുപേരുമാണ് സഭയിൽ. അവസാനത്തിൽ In the end of the church, ഈ സഭയുടെ ഇടത്തും വലത്തും പരിശുദ്ധാത്മാവും ക്രിസ്തുവാണ്. the left and right of this church is the അവിടെ Jesus നിന്നാണ് and Holy എണ്ണ Spirit. പകരുന്നേ. From there we get the oil, വചനത്തിന്റെ വെളിപ്പാട്, the revelation of the word of അഭിഷേകം, God, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. anointing. ഇത് പ്രാപിച്ച് ജീവിച്ചോണം. We have to get this and ഇനി ഈ live. സഭയെല്ലാം പൊളിച്ചു കളയാൻ പോവാണ്. God is going to break all these വേലക്കാർ churches. പലരും വീട്ടിൽ പോകാൻ പോവാണ്. All the workers are going to അവർ home. കോൺട്രാക്ട് പീരീഡ് വരുമ്പോൾ അവർ വീട്ടിൽ പോകും. After the contract period ends, they will go back. കോൺട്രാക്ട് ഒന്നും എടുക്കാതെ സ്ഥിരം നിൽക്കുന്ന പുള്ളികൾ ഇവിടെ കാണും. Another peoples will stay here. വിശ്വാസികളായി നിങ്ങൾ കുറച്ച് അതിക്രിസ്തുവിന്റെ കൂടെ പോകും.
And some of the people will go to the Antichrist also. നമ്പർ എടുത്തോണ്ട് പോവും. They will take the mark and go. കുറച്ച് പേര് സ്വർഗത്തിൽ പോവും, Some people will go to the കുറെ heaven. പേര് ഇവിടെ കാണും, Some people will be here. രക്തസാക്ഷികളാകും. Like a martyrs. അപ്പോൾ ഈ കാലങ്ങളിൽ In this time. അല്ല ഇനി കോവിഡ് പോലുള്ള കാലം ഒന്നും ഇരിക്കട്ടെ, And again, if COVID comes ഇപ്പൊ back, വേലക്കാര് ഇല്ലാത്ത കാലമാണ്. like there is no workers here. ഇപ്പൊ പലരും പോയിക്കൊണ്ടിരിക്കുക. Many people are leaving ഇനി ministry. ചിലർക്ക് പോകാനുണ്ട്. Some people are going away also. ഈ സെന്ററിൽ നിന്ന് ചിലർക്ക് പോകുന്ന ഒരാൾ പറഞ്ഞത്. From this center also some people will go. That's പോകുന്നവർ what I പോട്ടെ. heard. Let whoever wants to go, let them പക്ഷെ go. അപ്പോഴും ഒരു കാര്യം ഓർത്തോണം, But one thing you have to ഇനിയുള്ള remember, സമയത്തിൽ in this time, നമ്മളെ തോൽപ്പിക്കാൻ ഒക്കത്തില്ല. nobody can കാരണം defeat us. രണ്ട് ഒലിവുമരം ഉണ്ട്. Because there are two മുൻപ് olive trees. പുരോഹിതന്മാർ എണ്ണ ഒഴിച്ചുകൊണ്ടിരുന്നു, Before priest pour the അപ്പോൾ oil, കത്തിയ സമയമുണ്ട്. that time it was അതൊരു like കാലഘട്ടം. that is a അതാ time. രണ്ടാമത്തെ ഘട്ടം That വരെ. is the second stage. പുരോഹിതന്മാർ ഒഴിച്ചില്ല, ഇപ്പൊ നിങ്ങളെ ഉണർത്തിയില്ലെങ്കിൽ, They are not quickening you. നിങ്ങളെ വിസിറ്റ് ചെയ്തില്ലെങ്കിൽ, They are not visiting you. നിങ്ങളെ ഒന്ന് അന്വേഷിച്ചില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പ്രയാസം വരും. They are not enquiring you. You will get a discomfort. ചിലപ്പോൾ അടുത്ത ആഴ്ച വരത്തില്ല. Others next week they will പക്ഷേ not ഇത് come. കാലം മാറി. But now the time മൂന്നാമത്തെ changed. ഘട്ടത്തിൽ വരുമ്പോൾ Now we are third stage. വേലക്കാരും വിശ്വാസികളുടെ ഒരുപോലെ Both the workers and ഈ believers ഒരു are same മരത്തിൽ stage. പ്രാപിക്കുന്നവര് They are getting from the യഹോവയെ olive trees. കാത്തിരിക്കുന്നവർ ശക്തിയെ The പ്രാപിക്കും. people who wait for the അവർ God will ചിറകടിച്ചു ഉയരും. strengthen. They will fly like an eagle. അല്ലാത്തവർ തകർന്നു പോകും. All other people will ഞാൻ drop down. പറഞ്ഞല്ലോ, ഗബ്രിയേൽ ഒരിക്കൽ ലൂസിഫറിനെ കണ്ടപ്പോഴേ, And Gabriel seen Lucifer വഴി വെച്ച് കണ്ടപ്പോൾ വീണുപോയതിനു ശേഷം after fallen. ഗബ്രിയേൽ ചോദിച്ചു, ലൂസിഫറെ നീ സന്തോഷവാനാണോ എന്ന് ചോദിച്ചു. Gabriel asked Lucifer, "Are you happy?" അവൻ അതിന് മറുപടിയില്ല. He don't have a reply for ഞാൻ that. ശക്തനാന്ന് He പറഞ്ഞു. told, "I am mighty." എന്തോ ശക്തി? What power? ഒന്നുമില്ല. There is no പണ്ട് power. ഞങ്ങളുടെ വീട്ടിൽ ഒരു കൈസർ ഉണ്ടായിരുന്നു, There was ഒരു നായ, There was a dog in my house. നല്ല മിടുക്കൻ, ഇന്റലിജന്റാ. A very intelligent dog. വീട്ടിൽ ആട്ടുകുഞ്ഞുങ്ങളുണ്ട്. We have some sheep also. അവൻ നല്ല മൈറ്റി ഡോഗാണ്, It's a very mighty dog. നല്ല ബുദ്ധിയുണ്ട്. It's a very wisdom, knowledge also. നാട്ടുകാരെല്ലാം കൈസർ വളരെ ഇഷ്ടമുള്ള ഒരു ഇതാണ്. The people like it. വെള്ളയും കറുപ്പുമാണ് അവന്റെ ഡിസൈൻ. The design of the dog is white and black. എല്ലാവർക്കും ഇഷ്ടമാണ്. Everybody likes it. ഇവൻ വിചാരിക്കും ഞാനാണ് വലിയ ശക്തനാന്നാണ്. He thought that he is very mighty. ആട്ടുകുഞ്ഞുമായിട്ട് കളിക്കാൻ തുടങ്ങും. He started playing with the sheep. ആട്ടുകുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? What the sheep will do? ഇവന്റെ ഷോ എല്ലാം കാണിക്കും. It will show their sheep. ഇവൻ അതേ ചാടി ഇതേ ചാടി കച്ചിപ്പുറത്ത് ചാടി എല്ലാം ബഹളം കാണിക്കും. He will jump here and there and show his talents. ആട്ടുകുഞ്ഞുങ്ങളും ഇവന്റെ കൂടെ ചാടാൻ പോകും. And the sheep, കുറെ കഴിയുമ്പോൾ അത് ക്ഷീണിക്കും. after that they will be tired. അപ്പോൾ നായ്ക്ക് സന്തോഷം വരും, കണ്ടോ Dog will be happy. ഇവൻ ക്ഷീണിച്ചു പോയി. Now they are weak. പക്ഷെ ആട്ടുകുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? But what the sheep നേരെ will do? തള്ളയുടെ അടിയിൽ ചെല്ലും. They will go to the mother. കുറച്ച് നേരം സക്ക് ചെയ്യും. They will suck the milk. അത് പ്രാപിച്ചു കഴിയുമ്പോൾ ആട്ടുകുഞ്ഞുങ്ങൾ നല്ല ഫ്രഷായി. Once they get the milk, they will be strengthened. വീണ്ടും വന്ന് ആട്ടുകുഞ്ഞുങ്ങൾ It തുള്ളിച്ചാടും. will come back and it will start jumping again. അപ്പൊ ഇവനും തുടങ്ങും. And again the dog will ഒന്ന് start. രണ്ട് പ്രാവശ്യം കഴിഞ്ഞപ്പോഴേ After 2 or 3 times, കൈസറുടെ കപ്പാസിറ്റി കഴിഞ്ഞു. കാരണം അവൻ പോയി പ്രാപിക്കുന്നില്ലല്ലോ. the dog's capacity is finished because he is not getting anything to അവൻ feed. കുറെ നാക്കും തള്ളി After that it put his അണച്ചണച്ച് tongue out. ആട്ടുകുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും. It will be looking the അപ്പോഴും അവർ സഖി ചെയ്തിട്ട് പോയി തുള്ളിച്ചാടും. Still they will stuck the milk and they will jump. ബലഹീനതയിൽ ബലം തികഞ്ഞു വരുന്നു. In our weakness the strength will നമുക്ക് come. കാത്തിരുന്ന് പ്രാപിക്കാത്ത കൊണ്ട് രണ്ട് ഒലിവുമരമുണ്ട്. There are 2 olive trees for അവിടെ waiting. പാസ്റ്റർമാരൊന്നും വേണമെന്നില്ല. No need of pastors. സഭാ കൂട്ടായ്മ ഇല്ലാത്ത കാലം No വരും. need of fellowship. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. The peoples wait for അവർ the Lord. കഴുകന്മാരെ പോലെ ചിറകടിച്ചു They വരും. will fly like eagles. ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാലും Oh, use because you are strong. ദൈവവചനം നിങ്ങളിൽ വസിക്കുന്നതിനാൽ Because the word of God dwells in you. 2:14 അവന്റെ അഭിഷേകം നിങ്ങളിൽ ഉണ്ട്. Because his anointing ഈ is in you. അഭിഷേകത്തെ കളയരുതേ. Do not lose ഈ his വചനത്തെ anointing. കളയരുതേ. Lose this word. വചനത്തിൽ ബലപ്പെട്ടോണം, Oh, get this. ഉപദേശത്തിൽ ശക്തിപ്പെട്ടോണം, Strengthen the ആത്മാവിൽ doctrine. നിറഞ്ഞോണം. And നമ്മുടെ യേശു വരാറായി. Jesus